തുടർന്ന് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ, നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നൽകുന്ന ആലോചന പ്രാർത്ഥനയോടെ ശ്രവിക്കാം. തുടർന്ന് കർത്താവിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നു. അതിനാധാരമായി യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12, 13, 14 വേദഭാഗങ്ങൾ ഈ തരുണത്തിൽ കർത്താവിന്റെ ദാസൻ വായിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. Thank the Lord for this blessed Sunday morning to come together and express our thanks to the Lord for all His providence and care throughout our life, and express our gratitude to all of those who have tuned into this live broadcast, all the ministers who accompany these ministries, and all those believers who have tuned in from different parts of the world. And this day will be a day of transformation in our life. The word which transforms us will transform us today, and from tomorrow onwards we have the fasting prayer, 1 week fasting prayer. Anointed servants of the Lord will be ministering to us, and please make use of this opportunity to get blessed. And today for our meditation we will turn our attention to the scripture portion, James chapter 1, 12 to 14, the epistle of James chapter 1, 12 to 14. Blessed is the one who perseveres under trial, because having stood the test, that person will receive the crown of life that the Lord has promised to those who love Him. When tempted, no one should say, God is tempting me, for God cannot be tempted by evil, nor does He tempt anyone. But each person is tempted when they are dragged away by their own evil desire and enticed. AD 44 മുതൽ 49 വരെയുള്ള കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട യാക്കോബിന്റെ ലേഖനം, പ്രത്യേകിച്ച് കാനോനിൽ ഉൾപ്പെട്ട ആദ്യം ചേർക്കപ്പെട്ട ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. വിശുദ്ധ തിരുവെഴുത്തിൽ പുതിയ നിയമത്തിനകത്ത് മാത്രം നമുക്ക് 4 യാക്കോബുമാരെ കാണാനായി കഴിയുന്നുണ്ട്. 4 യാക്കോബുമാരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അൽഫായുടെ മകനായ യാക്കോബ്, യൂദയുടെ പിതാവായ യാക്കോബ്, സബദിയുടെ മകനായ യാക്കോബ്, പിന്നീട് യേശു ക്രിസ്തുവിന്റെയും യൂദായുടെയും സഹോദരനായ യാക്കോബ്. ഇങ്ങനെ 4 യാക്കോബുമാരെ പുതിയ നിയമത്തിൽ മാത്രം നാം കാണുമ്പോൾ യേശു ക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബാണ് ഈ ലേഖനം എഴുതിയത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. തന്റെ ലേഖനത്തിൽ പ്രസ്തുത അതിന്റെ 1-ാം അധ്യായത്തിന്റെ 12, 13, 14 വാക്യങ്ങളിൽ ദൈവജനത്തിന് വേണ്ടിയിട്ട് അതിശ്രദ്ധേയമായ അതിപ്രസക്തമായ ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുവചനം യാക്കോബ് വ്യക്തമാക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഇന്നത്തെ മെസ്സേജിന്റെ അതിപ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിന്റെ 13-ാമത്തെ വാക്യം. നാം പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു എന്നുള്ളത് അത് മലയാളത്തിൽ എഴുതിയപ്പോൾ ആ എഴുത്തിൽ വന്ന മിസ്റ്റേക്കാണ്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതും ഇല്ല. നമ്മൾ സാധാരണ നിലയിൽ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വെല്ലുവിളികളോ വരുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ദൈവമേ ഇത് എന്തോരം പരീക്ഷയാണ്, ഇതുപോലത്തെ പരീക്ഷകളിലൂടെ നീ എന്താണ് എന്നെ കടത്തിവിടുന്നത്, എന്തോ പരീക്ഷകളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എന്നാൽ ആ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന്റെ കാരണക്കാരൻ
ദൈവമല്ല, പക്ഷെ അതിന് കാരണമുണ്ട്. 14-ാമത്തെ വാക്യം പറയുന്നു, ഒരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. ഇനി ഈ ഭാഗം വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടത്തെ പ്രാപിക്കുവാനിടയായി തീരും. This epistle of James is probably the first epistle which was included in the New Testament canon, and it was written in AD 44, between AD 44 and 49, and we find 4 James in the New Testament. The James son of Alphaeus, the James father of Judas, the James son of Zebedee, and also brother of Jesus and Judas, that is the James, the brother of Jesus, who wrote this letter. In verse 13, it's very important because it says that God does not tempt anyone. God does not tempt anyone. In our sufferings, usually we say that, Lord, what kind of suffering, what sort of ordeal, what kind of temptation I am undergoing, and what sort of problems I am facing. And the answer is, God never tempts anyone. God is not the reason for your temptation. But as the pastor said, there is a reason for the temptation that we find in verse 14. Each person is tempted because of the enticement that person has. They are dragged away by their own evil desires. And verse 12 clearly says the most important and the primary, the first point which is to be emphasized here. Blessed is the one who perseveres under trial, because having stood the test, that person will receive the crown of life that the Lord has promised to those who love him. ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള പരീക്ഷകളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ അറിയുക, അങ്ങനെ ആരെങ്കിലും ഈ ഞായറാഴ്ച പകലിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് കർത്താവ് വ്യക്തമായി 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാം തിരുവചനത്തിൽ എന്ന് പറയുന്നു, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പോക്കുവഴിയും ഉണ്ടാക്കും. ശ്രദ്ധിക്കുക, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അബ്രഹാം കടന്നു പോയിട്ടില്ലാത്ത പരീക്ഷകളിലൂടെ നിങ്ങൾ ആരും കടന്നു പോയിട്ടില്ല. യാക്കോബ് കടന്നു പോകാത്ത പരീക്ഷകളിലൂടെ നിങ്ങൾ ആരും കടന്നു പോയിട്ടില്ല. ഇസഹാക്ക് കടന്നു പോകാത്ത പരീക്ഷകളിലൂടെ നിങ്ങൾ ആരും കടന്നു പോയിട്ടില്ല. ജോസഫ് കടന്നു പോകാത്ത പരീക്ഷകളിലൂടെ നിങ്ങൾ ആരും കടന്നു പോയിട്ടില്ല. ഗിഡയോൻ കടന്നുപോയ പരീക്ഷകളിലൂടെ നിങ്ങൾ ആരും കടന്നു പോയിട്ടില്ല. അപ്പോസ്തലന്മാർ, നമ്മുടെ പൂർവിക പിതാക്കന്മാർ കടന്നുപോയ പരീക്ഷകളിലൂടെ നിങ്ങളിൽ പലരും സ്തോത്രം കടന്നു പോയിട്ടില്ല. ഇവരെല്ലാം വിവിധ തരത്തിലുള്ള വ്യത്യസ്ത സാഹചര്യത്തിലൂടെ, വ്യത്യസ്തമായ പരീക്ഷകളിലൂടെ കടന്നുപോയി പരാജയപ്പെട്ടവരല്ല, വിജയം കൈവരിച്ചവരാണ്. അതുകൊണ്ട് അവരെ നടത്തിയ ദൈവം, അവരെ ഒരു അത്ഭുതമാക്കിയ ദൈവം, അവരെ അനുഗ്രഹിച്ചു മാനിച്ച ദൈവം, അവരുടെ മേലുള്ള വാഗ്ദത്തങ്ങളെ നിറപടിയായി നിവർത്തിച്ച ദൈവം നിങ്ങളെ നോക്കി പറയുന്നു, മനുഷ്യർക്ക് പൂർവ്വപിതാക്കന്മാർക്ക്, ദൈവമക്കൾക്ക് നടപ്പല്ലാത്ത പരീക്ഷയൊന്നും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. എന്റെ ദാസന്മാർ കടന്നു പോയിട്ടില്ലാത്ത ഒന്നിലൂടൊന്നും നിങ്ങൾ പോയിട്ടില്ല. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, പ്രതിസന്ധികൾ വരുമ്പോൾ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചവരാണ് ദൈവത്തിന്റെ മക്കൾ, തന്റെ ദാസന്മാർ, തന്റെ ഭക്തന്മാർ, തന്റെ വിശുദ്ധന്മാർ. അതുകൊണ്ട് ഇതിനകത്ത് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, പരീക്ഷകൾ ഉണ്ടാകാം, നടപ്പുള്ള പരീക്ഷ ഉണ്ടാകാം, നടപ്പില്ലാത്ത പരീക്ഷകൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം, വെല്ലുവിളികൾ ഉണ്ടാകാം, കഷ്ടതകൾ ഉണ്ടാകാം, നിന്ദകൾ ഉണ്ടാകാം, ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകാം, ചിലപ്പോൾ ഡിലേ ആകാം. ഇതെല്ലാം ആണെങ്കിൽ ഒരു കാര്യം കാതിൽ മുഴങ്ങണം, ദൈവം വിശ്വസ്തൻ. But God is faithful. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ, നിങ്ങളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറയാതെ,
നിങ്ങളെ കൊണ്ട് സാധ്യമാക്കാൻ കഴിയാത്തൊരു കാര്യം സാധിപ്പിക്കാൻ പറയാതെ, നിങ്ങൾക്ക് നേരിടുവാൻ കഴിയാത്തൊരു സാഹചര്യത്തെ നിങ്ങളുടെ മുമ്പിൽ നേരിടുവാൻ നൽകാതെ, നിങ്ങൾക്കത് സഹിപ്പാൻ കഴിയേണ്ടതിനും അതിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ കഴിയേണ്ടതിനും ഈ ദൈവം പരീക്ഷയോടുകൂടെ പോക്കുവഴികളും ഉണ്ടാക്കുന്നു. അത് വിശ്വസിക്കുന്നവർ ഒരാമീൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകലിൽ ഈ മാറ്റമില്ലാത്ത വചനം ചില കുടുംബങ്ങളോട് അറിയിക്കുന്നു. പ്രിയരെ, നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. ജോസഫ് കടന്നുപോയ പരീക്ഷകൾ ചെറുതല്ല. ജോസഫ് അനുഭവിച്ച വെല്ലുവിളികൾ ചെറുതല്ല. അബ്രഹാം കടന്നുപോയ പരീക്ഷകൾ ചെറുതല്ല. അബ്രഹാം അനുഭവിച്ച വെല്ലുവിളികൾ ചെറുതല്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ച ചലഞ്ചുകളൊന്നും ചെറുതല്ല. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കടന്നുപോയ സാഹചര്യങ്ങളൊന്നും ചെറുതല്ല പ്രിയരെ. മൃഗയുദ്ധം വരെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ അവരുടെ മുമ്പിൽ വന്നപ്പോഴും തൂലിക ചലിപ്പിച്ചവർ എഴുതി, ദൈവം വിശ്വസ്തൻ. God is faithful. ഇന്ന് പകൽ എത്ര പേർക്ക് ഈ ലൈവ് ചാറ്റിൽ ഒന്ന് എഴുതി വിടാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കമന്റ് ഇടാൻ പറ്റും? My God is faithful. Hallelujah. എന്റെ ദൈവം വിശ്വസ്തൻ. I am serving a faithful God. ആമേൻ. ഞാൻ വിശ്വസ്തനായ ഒരു ദൈവത്തെ സേവിക്കുന്നു. സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും, അത് എന്തു വെല്ലുവിളികളാണെങ്കിലും, എന്റെ ദൈവം വിശ്വസ്തനാണ്. ഈ പ്രതിസന്ധികളുടെ നടുവിൽ, ഈ വെല്ലുവിളികളുടെ നടുവിൽ ഞാൻ വീണുപോകാൻ സമ്മതിക്കാതെ, ഞാൻ പരാജയപ്പെടാൻ സമ്മതിക്കാതെ, എന്റെ ശത്രു എന്റെ പരാജയത്തെ ആഘോഷിക്കാൻ വിട്ടുകൊടുക്കാതെ, ഇതിന്റെ ഒക്കെ മുകളിൽ എനിക്ക് പോക്കുവഴികളും ഉണ്ടാക്കി എന്നെ മാനിക്കുന്ന എന്റെ ദൈവം വിശ്വസ്തനായ ദൈവം. 1 Corinthians 10:13 says that no temptation has overtaken you except that is common to mankind, and God is faithful. He will not let you be tempted beyond what you can bear. But when you are tempted, He will also provide a way out so that you can endure it. All the servants of the Lord, all the saints of the Lord, Abraham, Isaac, Jacob, Joseph, and all the great servants of the Lord, Gideon, Paul, Jesus, everyone underwent tremendous trials and ordeals in their life. And I want to remind you today, they did not fail in their temptation. Their challenges, their temptations, all were severe. It was very severe, but they did not fail. They acquired the promises. They underwent the promises. By faith, they triumphed. God was with them. They did not fail in their temptation. God was close to them when they underwent the tremendous challenges and temptations in their life. As Peter said, do not think that something uncommon has happened in their life. God will provide a way out. The same God who was with all the saints of the God of the Lord in the Bible, the same God is with you. He will make you triumph in your situations of trial and audience. You will come out. All the things which are working against you will help you to catapult towards the fulfillment of the promises which the Lord had set for you. So let this truth ring in your ears. If you can type in the chat box, say to the Lord, proclaim boldly that my God is faithful in your trials. Your God is faithful. He will help you to come out of your trials. Satan may say you are stuck. Satan may say you are failing, but the Lord says no, you are going to come out. You are going to crack open. You will always be triumphant in the trial which you are undergoing in your life. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ചോദിക്കും, പിന്നെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ എൻ്റെ ദൈവം എന്നെ കടത്തിവിടുന്നത്? അല്ലെങ്കിൽ ദൈവം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തിനാണ് അനുവദിക്കുന്നത്? എനിക്കറിയാം, ഈ മെസ്സേജുകൾ എഴുതിയെടുക്കുന്നവരുണ്ട്, നോട്ട് ചെയ്യുന്നവരുണ്ട്, ശ്രദ്ധയോടെ കേൾക്കുന്നവരുണ്ട്, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകാൽ ഈ മെസ്സേജ് പരിശുദ്ധാത്മാവ് എനിക്ക് തരുമ്പോൾ ഞാനത് വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഈ തിരുവചനവുമായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ നോട്ട് ചെയ്യുക, എന്തിനാണ് ദൈവം എന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടത്തിവിടുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇത് അനുവദിക്കുന്നത്? ഞാൻ ആ പദം പറഞ്ഞ
പറഞ്ഞതിന്റെ കാരണം ദൈവം അനുവദിക്കാതെ ഒന്നും നമ്മളിൽ സംഭവിക്കില്ല. ഞാൻ 100% അത് വിശ്വസിക്കുന്നു. മത്തായി 10:30 എഴുതിയിരിക്കുന്ന പോലെ ദൈവം അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടിനാര് പോലും തറയിൽ വീഴുന്നില്ലെങ്കിൽ എൻ്റെ ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ആ പന്നിക്കൂട്ടത്തിലേക്ക് കയറാൻ ഞങ്ങൾക്ക് അനുവാദം തരണമെന്ന് അശുദ്ധാത്മാക്കൾ യേശുവിനോട് ചോദിക്കുകയും യേശു അശുദ്ധാത്മാക്കൾക്ക് അനുവാദം കൊടുത്തത് കൊണ്ട് മാത്രമാണ് ആ പന്നിക്കൂട്ടത്തിലേക്ക് അശുദ്ധാത്മാക്കൾ പ്രവേശിക്കുകയും ചെയ്തത്. ദൈവം അനുവദിക്കാതെ പൈശാചിക മണ്ഡലത്തിന് ചലിക്കുവാൻ കഴിയത്തില്ല. ദൈവം അനുവദിക്കാതെ ഈ ഭൂമിയിൽ ഒന്നും സാധ്യമാകുന്നില്ല. സകലത്തിന്റെയും നിയന്ത്രണം ദൈവമാണ്. ഞാൻ പലർക്കും മെസ്സേജ് അയക്കുമ്പോൾ ഒത്തിരി ഒന്നും ടൈപ്പ് ചെയ്യാൻ ചിലപ്പോൾ സമയം എടുക്കത്തില്ല. ഒറ്റ പദം ഞാൻ അവരോട് പറയും, God is in control. God is in control. സകലത്തെയും നിയന്ത്രിക്കുന്നവൻ ദൈവമാണ്. സകല നിയന്ത്രണങ്ങളും ദൈവത്തിന്റെ പക്കലാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒന്നാമതായി ദൈവം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് തിന്മയ്ക്കല്ല, നന്മയ്ക്കാണെന്നുള്ള ഒരു ബോധ്യം അകത്തുണ്ടാകണം. എല്ലാവരും ഈ മെസ്സേജ് കേൾക്കുന്നവർ ഒന്ന് വാ തുറന്ന് എൻ്റെ കൂടെ ഒന്ന് പറയാമോ, എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പറയാമോ? എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും തിന്മയ്ക്കല്ല നന്മയ്ക്കായിരിക്കും. എല്ലാം നന്മയ്ക്കായിരിക്കും. ഒന്ന് പറഞ്ഞേ, പിശാച് തിന്മയ്ക്കായി ചെയ്തതും എന്റെ ദൈവം എനിക്ക് നന്മയ്ക്കാക്കി മാറ്റും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്നത്തെ സാഹചര്യങ്ങൾ നന്മയായി തീരും. ഇന്നത്തെ വെല്ലുവിളികൾ നന്മയായി തീരും. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന രോഗത്തിന്റെ പ്രതിസന്ധി നന്മയായി തീരും. അത് വലിയ സാക്ഷ്യമായി തീരും. നിങ്ങൾ കേൾക്കുന്ന നിന്ദകൾ, പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയായി തീരും. എന്തെല്ലാം വിഷയങ്ങൾ വന്നാലും നന്മയായി തീരും. ഒരിക്കൽ ഒരു രാജ്യത്തിലൊരു മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രിയുടെ പ്രത്യേകത, ദൈവവിശ്വാസിയായ ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം. ആ മന്ത്രി എന്ത് കാര്യം സംഭവിച്ചാലും നന്മയ്ക്കായി എന്ന് പറയും. എന്ത് സംഭവിച്ചാലും, രാജ്യത്തിൽ യുദ്ധം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ മന്ത്രി പറയും, ഭാരപ്പെടരുത്, അത് നന്മയ്ക്കായി. രാജ്യത്തിൽ പ്രതിസന്ധി വരാൻ പോകുന്നെന്ന് പറയുമ്പോൾ ഈ മന്ത്രി പറയും, ഭാരപ്പെടരുത്, നന്മയ്ക്കായി. എന്തു പറഞ്ഞാൽ ഈ പുള്ളി നന്മയ്ക്കായി എന്നേ പറയുള്ളൂ. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ. അങ്ങനെ ഈ മന്ത്രിയും രാജാവും കൂടെ ഒരിക്കലൊരു കാട്ടിൽ വേട്ടയ്ക്ക് കടന്നുപോയി. രാജാവ് കടന്നു പോകുന്ന സമയത്ത് മന്ത്രി മുൻപേ പോയി രാജാവിന് വേണ്ടി മുൻപേ പോയി വഴി തെളിച്ചു. അങ്ങനെ ഈ മന്ത്രിയും രാജാവും കൂടെ ഒന്നിച്ച് ഈ കാട്ടിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുമ്പിലെല്ലാം കാട്ടുവള്ളികളെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. പാതകളെല്ലാം ഇങ്ങനെ വെട്ടി മാറ്റി വേണം ഇവർക്ക് ഇവരുടെ കുതിരപ്പുറത്ത് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോ മന്ത്രിയുടെ ഒപ്പം നിപ്പുണ്ട് ഈ രാജാവും. അങ്ങനെ മന്ത്രിയും രാജാവും കൂടെ ഒന്നിച്ച് ഈ കാട്ടിനകത്ത് രണ്ടുപേരും കൂടി ഇങ്ങനെ വെട്ടിത്തെളിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മന്ത്രിയുടെ വാള് എങ്ങനെയോ അറിയാതെ രാജാവിന്റെ വിരൽ തുമ്പിൽ കൊണ്ടു. ഇങ്ങനെ കാട് വെട്ടി പോകുന്ന സമയത്ത് രാജാവിന്റെ വിരലിന്റെ അഗ്രം മുറിഞ്ഞുപോയി. ഒരു വിരലിന്റെ അഗ്രം ഇളകി മുറിഞ്ഞുപോയി, താഴെ വീണു. രാജാവ് ഇങ്ങനെ കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി നിന്ന് ആ വിരലിലേക്ക് നോക്കി ഇങ്ങനെ വിഷമിച്ച് കരയുമ്പോൾ രാജാവിന്റെ തോളിലേക്ക് വന്ന് ഇങ്ങനെ വിറച്ചോണ്ട് മന്ത്രി കയറ്റ് പറഞ്ഞു, ഐ എം വെരി സോറി എന്ന് പുള്ളി പറഞ്ഞെങ്കിലും കൂട്ടത്തിൽ പറഞ്ഞു, രാജാവേ ഇതും നന്മയ്ക്കായി എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നാളും ഈ ഡയലോഗ് കേട്ട രാജാവിന് സന്തോഷമായിരുന്നു. പക്ഷെ അന്നേരം ആ രാജാവിന് അത് സന്തോഷമായില്ല. പുള്ളിക്കുള്ള ദേഷ്യം എല്ലാം കൂടെ കയറി വന്നിട്ട് ഈ മന്ത്രിയെ അവിടെ കിടന്ന കാട്ടുവള്ളി എല്ലാം കൂടെ എടുത്ത് പിടിച്ച് കെട്ടി വരിഞ്ഞു മുറുക്കി. അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു. ദേഷ്യം കൊണ്ട് രാജാവ് മന്ത്രി എടുത്ത് കുഴിയിലിട്ടിട്ട് അവിടെ കിടക്കാൻ പറഞ്ഞു. കുതിരയുടെ പുറത്ത് കയറി ഈ രാജാവ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏകദേശം മധ്യഭാഗത്തെത്തിയപ്പോൾ കാട്ടുജാതിക്കാരായവർ ഈ രാജാവിന്റെ കുതിരയെ വളഞ്ഞു. അന്ന് അവരുടെ ഒരു പ്രത്യേക ഫെസ്റ്റിവൽ ഡേ ആയിരുന്നു.
നരഭോജികളായ മനുഷ്യമാംസം തിന്നുന്ന ആ കാട്ടുവിഭാഗത്തിലുള്ളവർ രാജാവിനെ പിടിച്ചുകെട്ടി വലിച്ചിടിച്ചു കൊണ്ടുപോയി അവരുടെ ആ ഫെസ്റ്റിവൽ നടക്കുന്നതിന്റെ ഒത്ത നടുക്ക് നിർത്തിയപ്പോൾ അതിന്റെ കാട്ടിലെ ഏറ്റവും വലിയ മൂപ്പൻ ഇറങ്ങി വന്നു. അവരാരും വസ്ത്രം ധരിക്കുന്നവരല്ല, അവർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇന്ന് നമ്മുടെ ദേവന് ഇവനാണ് ബലിയാകാൻ പോകുന്നത്. വിശേഷാൽ ഈ ഫെസ്റ്റിവൽ ഡേയിൽ, ഈ ആഘോഷ ദിവസത്തിൽ, ഈ ഉത്സവ ദിനത്തിൽ ഇവനെയാണ്, ഈ വ്യക്തിയാണ് നമ്മൾ ഇന്ന് ബലി കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ആ മൂപ്പൻ കൽപ്പന പുറപ്പെടുവിച്ചു, നോക്കുക ഇവനിൽ എന്തെങ്കിലും ഊനമുണ്ടോ എന്ന്. ഒരുത്തൻ ഓടി വന്ന് ഈ രാജാവിനെ അടിമുടി പരിശോധിച്ചു. നോക്കിയപ്പോൾ ഒരു വിരലിന്റെ അറ്റം കട്ടായിരിക്കുന്നു, ബ്ലഡും വരുന്നുണ്ട്. ഉടനെ ഈ മനുഷ്യൻ വന്ന് മൂപ്പനോട് പറഞ്ഞു, യജമാനനെ, ഇദ്ദേഹത്തെ യാഗത്തിന് കൊള്ളില്ല, ഊനമുണ്ട്, വിരല് കട്ടായിട്ടുണ്ട്, ഇദ്ദേഹത്തെ ബലി കൊടുത്താൽ ദേവൻ പ്രസാദിക്കില്ല എന്ന് പറഞ്ഞ ഉടനെ ഈ മൂപ്പൻ കൽപ്പന പുറപ്പെടുവിച്ചു, അഴിച്ചു വിടുക അവനെ, നമുക്ക് പ്രയോജനമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിനെ അഴിച്ചു വിട്ടു. രാജാവ് കുതിരപ്പുറത്ത് സന്തോഷവാനായി തിരിച്ചിങ്ങനെ വരുമ്പോൾ ഈ മന്ത്രി കിടന്ന ആ കുഴിയുടെ അരികിലെത്തി. അവിടെ എത്തിയിട്ട് ഈ മന്ത്രിയെ കുഴിക്കകത്ത് ഇതേ രാജാവ് പിടിച്ച് പൊക്കിക്കയറ്റി, കാട്ടുവള്ളികളെല്ലാം പൊട്ടിച്ചു. എന്നിട്ട് മന്ത്രിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ പറഞ്ഞില്ലേ എൻ്റെ കൈ മുറിഞ്ഞത് നന്മയ്ക്കായെന്ന്, സത്യമായിട്ട് നന്മയ്ക്കായി. ഞാൻ ഇന്നിവിടെ വന്ന് നിൽക്കേണ്ടവനല്ല കേട്ടോ എന്ന് പറഞ്ഞ ഉടനെ മന്ത്രി രാജാവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, യജമാനനെ, രാജാവേ, താങ്കൾ എന്നെ അടിച്ച് ഈ കാട്ടുവള്ളികൾ കൊണ്ട് കെട്ടി ഈ കുഴിക്കകത്തിട്ടതും നന്മയ്ക്കായി. കാരണം ഞാൻ കൂടെ വന്നിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഊനമൊന്നും ഇല്ലായിരുന്നല്ലോ, എന്നെ പിടിച്ച് യാഗമാക്കിയനെ. ആമേൻ. ഇവർ രണ്ടുപേരും കൂടെ ഒരേ സ്വരത്തിൽ പറഞ്ഞു, എല്ലാം നന്മയ്ക്കായി. Why temptation? Why does temptation happen in our life? Why God allows temptation in our life? And as the pastor said, nothing happens out of the control of God. Matthew 10:30 says, no hair falls on the ground without God's knowledge. Everything happens. God is totally in control of everything. And Satan cannot enter even into the body of a pig without the permission of Jesus. That is the kind of control God exerts in this universe. And as the pastor said, he always says to people, God is in control. When they talk about different problems and challenges in their life, always he says God is in control. And let that ring in our ears. Let it incite faith in you. God is in control of every situation. No matter what happens in your life, all the challenges, all the sicknesses, all the problems at home, all the problems at workplace, what all things you are undergoing, everything, God has a plan and purpose, and nothing happens out of control. That's why we find all things work together for good for those who loved and those who are predestined by God. Everything is working for your good. Today's challenges, today's problem, today's turmoils, today's ordeals, everything has a set purpose and everything is being orchestrated towards that end. And as the pastor told about a beautiful story which illustrates this point, there was a king who was going for a game or a hunt along with his minister, and this minister, he has a special characteristic that always he says everything works for good, or this is for good, this is for goodness, this will turn for good. Always he says like that. And as they were hunting and as they were moving forward, accidentally because of the sword, from the sword of the minister, this king's thumb was cut and blood began to ooze out. And this minister came and tried to comfort and console the king and said, this will turn out to be for good. And the king was so angry, and out of his frustration he put this king, the minister, in a pit, and he went forward in the game. But the king was caught by a tribe who normally are cannibals who eat humans, and they caught the king, and that was their festival day. They took the king and they were so happy that they got a human being for a sacrifice.
And the chief said, go and inspect that man, because we want to sacrifice a blameless body to the deity. So a person came and inspected the body and gave the report that he has a cut in his thumb, so he cannot be sacrificed. So the chief said, release him. He was so happy. The king was released and he was running back, and he saw the minister in the pit, and he drew him out of the pit and said, I am so sorry. Because of that cut, my life was spared from the hands of those cannibalist tribes. And the minister hugged him back and said, thank you so much for putting me into this pit, because if I was coming along with you, I am blameless, I have no cut in my body, they would have sacrificed me. Both of them said together, everything worked together for good. Same with you. All the problems, all the circumstances, Satan might have brought this problem into your life to make you a failure, but the Lord will purely turn that for your good, and it will catapult you to the new level of anointing and the fulfillment of promises in your life. Amen. ഒന്നാമതായി എന്തിനായി ദൈവം ഇത് അനുവദിക്കുന്നു? നമ്പർ 1, ദൈവത്തിലേക്ക് നമ്മെ മടക്കി വരുത്തുവാൻ. ഒന്നാമതായി ദൈവം പരീക്ഷകൾ എന്തുകൊണ്ട് അനുവദിക്കുന്നു? ചില കഷ്ടതകളിലൂടെ, നാം എക്സ്പെക്റ്റ് ചെയ്യാത്ത ചില വിഷയങ്ങളിലൂടെ എന്തിന് നമ്മളെ കടത്തിവിടുന്നു? ഒന്നാമതായി ഞാൻ മനസ്സിലാക്കുന്ന സത്യം, നമ്മെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ഈ കഴിഞ്ഞ 1.5-2 വർഷമായി ഒരു പാൻഡമിക് സിറ്റുവേഷനിലൂടെ നമ്മുടെ രാജ്യവും ലോകവും മുഴുവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു പാൻഡമിക് സിറ്റുവേഷൻ ദൈവം അനുവദിച്ചത്? ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു, ദൈവത്തിന് തൻ്റെ സഭയെ മടക്കി കൊണ്ടുവരുവാൻ, ദൈവത്തിന് തൻ്റെ ജനത്തെ മടക്കി കൊണ്ടുവരുവാൻ, ദൈവത്തിന് തൻ്റെ ദാസന്മാരെ താൻ ഉദ്ദേശിക്കുന്ന നിലകളിലും നിലവാരങ്ങളിലും പണിതുയർത്തുവാൻ, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് തൻ്റെ ജനത്തെ കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ! ഞാനത് വിശ്വസിക്കുന്നു. ഒന്നാമതായി ദൈവത്തിലേക്ക് നമ്മെ മടക്കി വരുത്തുവാൻ. യെശയ്യായുടെ പ്രവചന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും, അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുൻപാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കുക. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്, അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്നു, പിന്മഴ പോലെ നമ്മളുടെ അടുക്കൽ വരും. പ്രവാചകനായ, സ്നേഹത്തിന്റെ പ്രവാചകനായ യെശയ്യാ എന്ന പ്രവാചകൻ പ്രവചിക്കുന്നു തന്റെ ജനമായ ഇസ്രായേലിനോട്, come on, let us return to the Lord. ദൈവത്തിലേക്ക് നാം മടങ്ങി വരിക, യഹോവയുടെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, പക്ഷേ നാം ദൈവത്തിന്റെ അരികിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ നമ്മെ സൗഖ്യമാക്കും. 2, അവൻ നമ്മുടെ മുറിവ് കെട്ടും. 3, അവൻ നമ്മെ ജീവിപ്പിക്കും. 4, അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. 5, അവന്റെ മുൻപാകെ നാം ജീവിക്കും. 6, അവൻ മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന മഴ പോലെ നമ്മെ നനയ്ക്കും. 7, പിന്മഴ പോലെ അവൻ നമ്മുടെ അടുക്കൽ വരും. പ്രിയരെ, ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ 7 കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. എന്താണ് ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒരേ ഒരു കാര്യം? ദൈവത്തിന്റെ അടുക്കലേക്ക് വരിക. യാക്കോബ് 4:8 എഴുതിയിരിക്കുന്നു, ദൈവത്തോട് അടുത്തു വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യോഹന്നാൻ 6:37 തിരുവചനം പറയുന്നു, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. അതുകൊണ്ട് ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പിറുപിറുക്കാതെ, കുറ്റപ്പെടുത്താതെ, ദൈവം എന്തിയെന്ന് ചോദിക്കാതെ, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് തന്നെ താൻ ശപിക്കാതെ, പ്രാകാതെ, ദൈവത്തെ സംശയിക്കാതെ, തൻ്റെ ദാസന്മാരെ കുറിച്ച് അപവാദം പറയാതെ,
ആമീൻ ദൈവത്തിലേക്ക് മടങ്ങി വരുവാനും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഡ്യൂറേഷൻ വർദ്ധിപ്പിക്കുവാൻ, അതിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുവാൻ, എൻ്റെ ദൈവത്തിന്റെ അരികിലേക്ക് മടങ്ങി വരുവാൻ ഇത് ദൈവത്താൽ അനുവദിക്കപ്പെട്ട ഒരു സമയമാണ് എന്ന് പറഞ്ഞാൽ ഇതെന്റെ ഒരു ഗോൾഡൻ ചാൻസ് ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിലേക്ക് നിങ്ങൾ വന്നാൽ അവൻ നിങ്ങളെ സൗഖ്യമാക്കും. അവൻ നിങ്ങളുടെ മുറിവ് കെട്ടും. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളിൽ അത്ഭുത സൗഖ്യങ്ങൾ നടക്കുന്നു. ആത്മാവിൽ ഞാൻ തിരിച്ചറിയുകയാണ് പ്രിയപ്പെട്ടവരെ, യേശുവേ എന്നൊന്ന് വായ്കൾ തുറന്ന് വിളിക്കാമോ? കർത്താവേ എന്നൊന്ന് വായ്കൾ തുറന്ന് വിളിക്കാമോ? നിങ്ങൾ എത്ര വലിയ പാപി എന്ന് നിങ്ങൾ പറയുന്നെങ്കിലും, നിങ്ങൾ എത്ര വലിയ പരാജിതയാണെന്ന് നിങ്ങളെ കുറിച്ച് തന്നെ വിചിന്തനം ചെയ്യുന്നെങ്കിലും, യേശുവേ എന്നൊന്ന് അധരങ്ങൾ തുറന്ന് ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ചില സൗഖ്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുന്നു. നിങ്ങളുടെ ഹൃദയത്തിലേറ്റ ചില മുറിവുകളെ പരിശുദ്ധാത്മാവ് കെട്ടുകയാണ്. 3, അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയാണ്. 4, എവിടേക്കോ വീണുപോയ സ്ഥലങ്ങളിൽ നിന്ന് അവൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കുകയാണ്. 5, അവന്റെ മുൻപാകെ ജീവിക്കുന്ന സാക്ഷിയായി അവൻ നിങ്ങളെ മാറ്റുകയാണ്. 6, അവൻ മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന മഴ പോലെ, സസ്യങ്ങളെ വളർത്തിയെടുക്കുന്ന മഴ പോലെ നിങ്ങളെ അവൻ റിഫ്രഷ് ചെയ്യാൻ പോവുകയാണ്. അവൻ പിന്മഴ പോലെ നിങ്ങളുടെ അടുക്കൽ വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യം ചെയ്യാമോ? മടങ്ങി വരാമോ? ആ മദ്യപാനത്തിൽ നിന്ന് ബ്രദറെ ഒന്ന് മടങ്ങി വരാമോ? ആ പാപ സ്വഭാവത്തിൽ നിന്ന് മടങ്ങി വരുമോ? ആ തിന്മകളെ ഒന്ന് വലിച്ചെറിയുമോ? കർത്താവേ, നിന്റെ അരികിലേക്ക് ചിലർ പറയുന്നു, എന്നെയും കൊണ്ട് പറ്റുന്നില്ല ബ്രദറെ, എനിക്ക് ഈ മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല ബ്രദറെ, എനിക്ക് ഈ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല ബ്രദറെ. ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയണം, കൃപ പാപിയെ സഹായിക്കും. കൃപ പാപം ചെയ്യുവാനുള്ള ലൈസൻസ് അല്ല, കൃപ പാപിയെ രക്ഷിക്കുന്നതാണ്, കൃപ പാപിയെ സഹായിക്കുന്നതാണ്. ആമീൻ. ഏതു സമയത്തും കൃപ ലഭിക്കേണ്ടതിന്, സഹായം ലഭിക്കേണ്ടതിന്, കൃപാസനത്തിനരികിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും അനുവാദം തന്നിരിക്കുന്നെങ്കിൽ അകന്നു നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ, മനസ്സും അടുത്ത് പുറകോട്ട് പോയി ആമീൻ പിശാചിന്റെ കരാളാസ്തങ്ങളിൽ പിടിക്കപ്പെട്ട് നീ പരാജയപ്പെട്ടു പോകാതെ ഈ ഞായറാഴ്ച പകലിൽ, ഈ നവംബർ മാസം 21-ാം തീയതി വിളിച്ചു പറ, അടിയനീതാ കർത്താവേ, അപ്പാ അടിയനീതാ, എന്നെ ഒന്ന് വിടുവിക്കണമേ, എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ, എന്റെ മുറിവുകളെ കെട്ടണമേ, എന്നെ ഒന്ന് ജീവിപ്പിക്കണമേ, അവിടുന്ന് എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ അത് സംഭവിക്കുവാൻ പോകുകയാണ്. Why we have temptations in our life, why we have problems in our life, the first important thing which we need to understand is it is to bring us back to the Lord. The temptations, the problems, the challenges that happens in our life is not working against us. It is actually trying to woo you back, to bring you back toward the God. And 2 years of pandemic, why we have the pandemic, 2 years we are undergoing this stressful and problematic situation, why we have such kind of a situation all over the world. Globally everyone is suffering. People may ask, where is God? People may ask, why, if God is good, this is happening to us? But the basic point, the bottom line which we need to understand is God is trying to woo people back, bring people back toward himself. The Lord is trying to bring a revival in churches. The Lord is trying to bring back the people who have backslidden. The Lord is trying to build up the churches. This is a time of God's renewal and revival in our life. God is building his church. Hosea, the prophet of love, says in 6 chapter 1-3, let us return, come, let us return to the Lord. He has torn us into pieces, but he will heal us. He has injured us, but he will bind us up. After 2 days he will revive, 3rd day he will restore. We may live in his presence. Let us acknowledge the Lord. Let us press on to acknowledge him. As surely as sun rises, he will appear. He will come as like winter rains, like the springs rains that water the earth. If a person is taking a decision to come back to the Lord will heal that person. The Lord will bind the wounds of that person. The Lord will revive that person. The Lord will restore that person. Lord will be shining on that person, and he will be like the new rain that is pouring out on the earth, and he will be giving all these 7 blessings if a person come back. As James says, draw near to the Lord and the Lord will draw near. And
always resist the devil, and the devil will flee away. So why the pandemic? Why this happens? Why the problems? It is to pray more. It is to sit in the presence of the Lord more. It is to believe God more. It is to read the Bible more. It is to come back to the Lord. If you come back, He will do all these things which are promised in the scriptures. As the pastor said, you may say that I cannot come back, I cannot cut this addiction, I cannot shy away, I cannot move away from the sinful practice. But as the pastor said, grace will help the sinner wherever sin abounds. Grace of the Lord will abound, and grace will help you to come out of the problem. So do not resort back, do not retreat, do not backslide. Come back to the Lord. The Lord will deliver you. That is for sure. ഈ പല സന്ദർഭങ്ങളിലും റിജോയ് സാറെ ആൾക്കാര് മനസ്സിലാക്കാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. പലപ്പോഴും ഒരു പാസ്റ്ററിന്റെ ജീവിതത്തിലാണെങ്കിലും, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലാണെങ്കിലും, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലാണെങ്കിലും, ഒരു അക്രൈസ്തവന്റെ ആരുമാകട്ടെ, ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വെല്ലുവിളികളോ വന്നാൽ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ദൈവം എന്താണ് എന്നോട് ഇങ്ങനെ കാണിച്ചത്, അല്ലേ? പക്ഷെ ആരും ചിന്തിക്കുന്നില്ല അതിനകത്തും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നും എന്നെ ദൈവം മടക്കി വിളിക്കുകയാണ്. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഒരൊറ്റ വിഷയത്തിലാണ്. അത് ഇത്രയേ ഉള്ളൂ, ദൈവത്തിലേക്കുള്ള മടങ്ങി വരവ്. നിങ്ങൾ ആരും ആകട്ടെ, ഏത് മതമോ ഏത് ജാതിയോ ഏത് സഭയോ ഏത് സംഘടനയോ ഏത് ഡിനോമിനേഷനോ ആകട്ടെ, നിങ്ങളൊരു മനുഷ്യനാണോ? നിങ്ങൾക്കൊരു സ്രഷ്ടാവുണ്ട്. നിങ്ങളൊരു മനുഷ്യനാണോ? നിങ്ങളെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് മാത്രമേ നിങ്ങളെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ കഴിയൂ. ആ ദൈവത്തിന് മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ശൂന്യതകളെ മാറ്റാൻ കഴിയുള്ളൂ. ഒറ്റ വഴിയേ ഉള്ളൂ ബ്രദറെ, സിസ്റ്ററെ, ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവത്തിലേക്ക് തിരിയുക. ദൈവത്തിന് പുറംതിരിഞ്ഞു നിന്ന് പരിഹസിക്കാതെ, സംശയിക്കാതെ, ചോദ്യം ചെയ്യാതെ ഓടി കർത്താവിൻ്റെ അരികിലേക്ക് വരിക. നിങ്ങൾ ഒരു ചുവട് ഇന്ന് അതിനു വേണ്ടി വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി 7 ചുവട് ദൈവം വെക്കും. നിങ്ങൾ ഒരു സ്റ്റെപ്പ് അതിനു വേണ്ടി വെച്ചാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി 7 സ്റ്റെപ്പുകൾ വെക്കും. അതാണ് യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 55-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ പറയുന്നത്. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ തന്നെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. Wow, what a great promise. What a great promise. ഇതെത്ര മഹത്വം നിറഞ്ഞ അനുഗ്രഹീതമായ ഒരു വാഗ്ദത്തമാണ് പ്രിയരെ. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് പലർക്കും ദൈവം ഈ കഴിഞ്ഞ 1-2 വർഷങ്ങൾ ബൈബിള് വായിക്കാനും പ്രാർത്ഥിക്കാനും ദൈവസന്നിധി ഇരിക്കാനും ഉപവസിക്കാനും വചനം കേൾക്കാനും അവരുടെ വിരൽ തുമ്പുകളിൽ മൊബൈൽ ഫോണിനകത്ത് ടെലിവിഷനകത്ത് ഒന്ന് ഓർത്തു നോക്കിയേ, നമ്മുടെ പിതാക്കന്മാർക്കോ കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്കോ ആർക്കും ലഭിക്കാത്ത ഒരു വലിയ അനുഗ്രഹമല്ലേ കർത്താവ് നമുക്ക് തന്നത്. വിരൽ തുമ്പിൽ എപ്പോ വേണമെങ്കിലും മെസ്സേജ് കേൾക്കാം. ഏത് വിഷയത്തെക്കുറിച്ചും നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് പഠിക്കാം. എന്തു കാര്യങ്ങളും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താം. ഏത് വിഷയത്തെ ഏത് ടോപ്പിക്കിനെയും ആസ്പദമാക്കി നിങ്ങൾക്ക് സന്ദേശങ്ങൾ ലഭിക്കും. ഏത് മീറ്റിംഗിലും നിങ്ങൾ കേൾക്കുമ്പോൾ വചനം മുഴങ്ങുന്നു. പ്രൈസ് ഗോഡ്. ഒത്തിരി ടോപ്പിക്കുകളെ ബേസ് ചെയ്ത് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഇന്നലത്തെ പ്രസംഗം നല്ലതായിരുന്നു, ഇന്നത്ര പോരായിരുന്നു, നാളത്തെ നന്നായിരിക്കും, ആ ബ്രദറിന്റെ ബൈബിൾ ക്ലാസ് കുഴപ്പമില്ലായിരുന്നു, മറ്റേ ക്ലാസ് ഭയങ്കരമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കേട്ട് കളയുന്നതാകാതെ യഹോവയെ കണ്ടെത്താവുന്ന നാളിൽ അവനെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തന്റെ വഴിയെയും, എന്തിനാ ഇത് കേൾപ്പിക്കുന്നേ? എന്തിനാ ദൈവത്തിന്റെ അരികിലേക്ക് വരുന്നേ? ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. ബ്രദർ, സിസ്റ്റർ, ഭാരതത്തോട്, ലോകത്തോട്, സഭകളോട്, ദൈവദാസന്മാരോട്, സമസ്ത മനുഷ്യരോടും പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു, നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ദുഷ്ടൻ തന്റെ വഴികളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ, അവൻ അവരോട് കരുണ കാണിക്കും. താങ്കൾ എത്ര കൊടും പാപിയാണെങ്കിലും,
താങ്കൾ എത്ര പരാജിതനാണെങ്കിലും ദൈവം നിങ്ങളോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ, അവൻ നിങ്ങളോട് ധാരാളം ക്ഷമിക്കും. In all of the problems and different sorts of negative circumstances that happens to people, usually they ask this question, why God did this to me? That's the normal question anyone may ask when they are in serious trouble. And as the pastor said, whoever you are, the answer for your problem is to come back to the Lord. There is no shortcut. Whoever you are, whatever your problem may be, you need to come back to the Lord to clearly have solution to your problem. That's the only way. Come back to the Lord. Do not rebel against the Holy Spirit. Do not be rebellious to God. Take one step. The Lord will take the steps which you cannot take. If you can take your one step, the Lord will take 7 steps to come to you and to yield closer to you. Isaiah chapter 55, 6-7. Beautiful and powerful promise we have. Seek the Lord while he may be found. Call on him while he is near. Let the wicked forsake their ways and the unrighteous their thoughts. Let them turn to the Lord, and he will have mercy on them, and to our God, for he will freely pardon. What a powerful promise. Any person who tries to come back to the Lord will freely pardon, and he will have compassion and mercy on them. This time of pandemic was a time of coming back to the Lord. How much opportunities all of us got to hear the word of God, different sorts of sermons and teachings across the social media platforms. It was at our fingertips to hear God's word. Golden opportunities we got, and that is not to evaluate the sermons, that is not to evaluate the Bible classes, but it is given to correct ourselves. That's what we read in Isaiah 55, 6-7. Not to evaluate what you heard, but to correct our ways, to turn to God. This is the time to turn back to the Lord. All the sermons in this end time are pointing to you that you should come back to the Lord, so that he may show mercy, so that he may show compassion and freely pardon you. റിജോയ് സാറ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു പാൻഡമിക്കിന്റെ സിറ്റുവേഷൻ എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു? നമുക്കറിയാം, ഇതിന്റെ ഒരു ബിഗിനിങ് ടൈമിലൊക്കെ ഭക്ഷ്യ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് മനുഷ്യൻ കടന്നു വന്നു. ഈ US-ലും മറ്റു പല രാജ്യങ്ങളിലും ഒക്കെ നിമിഷങ്ങൾ കൊണ്ട് സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾ മുഴുവൻ ആൾക്കാർ എടുത്തുകൊണ്ട് പോയി. ലോക്ക്ഡൌണിന്റെ പ്രഖ്യാപനങ്ങളുടെയൊക്കെ മധ്യയിൽ നമുക്കറിയാം, നാളെ ലോക്ക്ഡൌൺ ആരംഭിക്കുകയാണ്, കടകൾ തുറക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വലിയ വെപ്രാളങ്ങൾ ഉണ്ടായി. ഭക്ഷ്യ സാധനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ പലയിടത്തും ഉണ്ടായി. പ്രൈസ് ഗോഡ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഉണ്ടായി എന്ന് ആരും ചിന്തിക്കാറില്ല. അതിനെയൊക്കെ ഇങ്ങനെ പിറുപിറുത്ത് പഴി പറഞ്ഞ് ഇങ്ങനെ പോകാറാണ് പതിവ്. പക്ഷെ അതൊന്ന് പരിശോധിക്കണം. ഈ ആമോസിന്റെ പ്രവചന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചകനായ ആമോസ് പറയുന്ന അതിശ്രദ്ധേയമായ ഒരു സത്യമുണ്ടെന്ന് വായിക്കാമോ? ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായം 6 മുതൽ 10 വരെ. നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിന്റെ വെടിപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിന്റെ കുറവ് വരുത്തിയിട്ടും നിങ്ങൾ എല്ലായിടത്തും അപ്പത്തിന്റെ കുറവ് വരുത്തിയിട്ടും നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞില്ലെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ എന്തിനു വേണ്ടി ദൈവം അത് അനുവദിച്ചു? ജനം ദൈവമുഖം അന്വേഷിക്കാൻ, ദൈവത്തിലേക്ക് തിരിയാൻ. 7-ാമത്തെ വാക്യത്തിൽ എന്നാ എഴുതിയിരിക്കുന്നത്? കൊയ്ത്തിന് ഇനി 3 മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കി കളഞ്ഞു. ഞാൻ ഒരു പട്ടണത്തിൽ മഴ പെയ്യുകയും മറ്റേ പട്ടണത്തിൽ മഴ പെയ്യാതിരിക്കുകയും ചെയ്തു. ഒരു കണ്ടത്തിൽ മഴ പെയ്തു, മഴ പെയ്യാത്ത മറ്റേ കണ്ടം വരണ്ടു പോയി. 2-3 പട്ടണം വെള്ളം കുടിപ്പാൻ ഒരു പട്ടണത്തിലേക്ക് ഉഴന്നു ചെന്നു. ദാഹം തീർന്നില്ല താനും, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. എന്തിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി? അവിടെ മഴ പെയ്തില്ലെന്നാ എഴുതിയിരിക്കുന്നത്. മഴ പെയ്യാതെ ഒരു കണ്ടത്തിൽ മഴ പെയ്തു, അടുത്ത കണ്ടത്തിൽ മഴ പെയ്തില്ല. ഒരാളുടെ കൃഷി അവിടെ നന്നായി പോയി, ഇപ്പുറത്തെ കൃഷി മോശമായി പോയി. നമുക്കങ്ങ് നേരെ തിരിച്ചു ചിന്തിച്ചേ, പെരുമഴയല്ലേ പലപ്പോഴും. പ്രൈസ് ഗോഡ്. ഇതൊക്കെ എന്തിനാണ്? എന്നിട്ടും നമ്മൾ ദൈവത്തിലേക്ക് തിരിയുന്നില്ല. ഫ്ലഡ് വരുന്ന സമയങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ നമ്മുടെ ഗോഡ്സ് ലവ് ചാരിറ്റിയുടെ ഭാഗമായി ഈ പ്രളയങ്ങൾ തുടങ്ങിയ സമയം മുതൽ ഒരുപാട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നമ്മൾ സഹായവുമായിട്ട് കടന്നുപോയിട്ടുണ്ട്. ആയിരക്കണക്കിന് ചെന്നൈയിൽ
ആ കഴിഞ്ഞ വർഷം പ്രളയം നടന്ന സമയത്ത് 5000 കുടുംബങ്ങളെ അവിടെ ചെന്ന് സഹായിക്കുവാനിടയായി. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഭക്ഷ്യസാധനങ്ങളുമായിട്ടും വസ്ത്രങ്ങളുമായിട്ടും ഒക്കെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ എന്തോ ഒരു ഒത്തൊരുമയാണെന്നറിയാം. അവിടെ മതമില്ല, അവിടെ ജാതിയില്ല, അവിടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഭയങ്കര ഐക്യതയാണ്. പക്ഷേ ഇതൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ, മഴ തോന്നു കഴിയുമ്പോൾ, കൊറോണ പോയി കഴിയുമ്പോൾ, വിഷയങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം വരുമ്പോൾ പെട്ടെന്ന് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സ്വഭാവം മാറുകയാണ്. ഹല്ലേലൂയ. ഞാൻ വെൺകതിർ കൊണ്ടും വിഷമഞ്ഞ് കൊണ്ടും ശിക്ഷിച്ചു. മുന്തിരിപ്പറമ്പുകളിലും അത്തിവൃക്ഷങ്ങളെയും ഒലിവുമര വൃക്ഷങ്ങളെയും പലപ്പോഴും തുള്ളൻ തിന്നുകളഞ്ഞു. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോഴും ദൈവം ചിന്തിച്ചു, നിങ്ങൾ അവനിലേക്ക് തിരിഞ്ഞു വരുമെന്ന്, അവനിലേക്ക് മടങ്ങി വരുമെന്ന്. എന്നിട്ടും നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞില്ല. എന്നാൽ അതിന്റെ ഒടുവിൽ അതിന്റെ 10ാമത്തെ വാക്യത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. യെസ്, മിസ്രൈമിൽ എന്ന പോലെ ഞാൻ മഹാമാരി നിങ്ങളുടെ ഇടയിൽ അയച്ചു. മഹാമാരി എന്നുള്ള പദം നമുക്ക് സുപരിചിതമായല്ലോ. മിസ്രൈമിൽ എന്ന പോലെ മഹാമാരി ഞാൻ നിങ്ങളുടെ അയച്ചു. നിങ്ങളുടെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു, ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായി, ശവങ്ങളുടെ നാറ്റം മൂക്കിനകത്ത് കയറുമാറായി. എന്നിട്ടും നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞില്ല, നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വന്നില്ല. ഏറ്റവും ഒടുവിൽ അതിന്റെ 11ാമത്തെ വാക്യത്തിൽ സർവശക്തനാകുന്ന ദൈവം, ആമീൻ സ്തോത്രം, അവസാനം പറയുകയാണ്. ബസ് അതൊന്ന് വായിച്ചേ. നിന്റെ ദൈവത്തെ സോദോമിനെയും ഗോമോറയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വാക്യം വായിച്ചേ. വാക്യം 12. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇനി ഫൈനലി ഇത് എഴുതി വെച്ചോ, ഇത് നോട്ട് ചെയ്തോ, ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും ഇത് സംഭവിക്കാൻ പോവുകയാണ്. സ്വർഗത്തിലെ ദൈവം വിവിധ സാഹചര്യങ്ങളിലൂടെ ദേശത്തെയും സഭകളെയും വ്യക്തിത്വങ്ങളെയും ഒക്കെ കടത്തിവിട്ടിട്ടും ആ സാഹചര്യങ്ങളുടെ നടുവിൽ ഒരു പ്രത്യേകമായ ഒരു അനുഭൂതിയും ഒരു കണ്ണുനീരും ഒരു അങ്കലാപ്പും ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലും ഒരു മാനസാന്തരത്തിന് ഇടം കൊടുക്കാതെ, പൂർണ്ണമായ ഒരു മടങ്ങി വരവിന് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാതെ പിന്നെയും ആ പഴയ പാപങ്ങളിലേക്ക് വീണ്ടും കടന്നു പോവുകയും, ദൈവത്തെ പരീക്ഷിക്കുന്ന പോലെ കാശിന് ആവശ്യം വരുമ്പോൾ ഒരു ഉപവാസം, ശരീരത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു സ്തോത്രം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ പെടുമ്പോൾ യേശുവേ ഒരു പ്രത്യേക ടോണിൽ ഒരു വിളി. ഇതല്ലാതെ പൂർണ്ണമായ ഒരു മടങ്ങി വരവിന് വേണ്ടി, പൂർണ്ണമായ ഒരു സമർപ്പണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാത്തവരോടും, പൂർണ്ണമായി സമർപ്പിച്ച് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തവരോടും സ്വർഗത്തിലെ ദൈവം പറയുന്നു, റാപ്ചർ നടക്കാൻ പോവുകയാണ്, ഉൽപ്രാപണം നടക്കാൻ പോവുകയാണ്, അത് അതിവേഗത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി വാണിങ്ങുകൾ കിട്ടിയെന്ന് വരത്തില്ല, ഒരുപക്ഷെ ഇനി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അനുവദിച്ചെന്ന് വരത്തില്ല. അതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ, prepare to meet your God, നിന്റെ ദൈവത്തെ സ്വീകരിപ്പാൻ, എതിരേൽപ്പാൻ, മീറ്റ് ചെയ്യാൻ നീ റെഡി ആയിക്കൊള്ളുക, ഒരുങ്ങിക്കൊള്ളുക എന്ന് സ്വർഗം നമ്മളെ അറിയിക്കുന്നു. പ്രിയരെ, ഹല്ലേലൂയ. പാട്ടുകാരൻ ചോദിച്ചതുപോലെ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിന്റെ വിളക്കിൽ എണ്ണയുണ്ടോ? നിന്റെ വിളക്കിൽ എണ്ണയുണ്ടോ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? അർദ്ധരാത്രിയിൽ പ്രതീക്ഷിക്കാത്ത യാമത്തിൽ, പ്രതീക്ഷിക്കാത്ത സമയത്ത് മണവാളൻ കടന്നു വരുമ്പോൾ മയക്കം പിടിച്ച മണവാട്ടിയെ പോലെ മണിയറയിൽ നിന്ന് പുറത്താക്കപ്പെടാതെ വിളക്കിനോടുകൂടെ എണ്ണയും എടുത്തു കാത്തു നിന്ന, മണവാളന് വേണ്ടി ഒരുങ്ങി നിന്ന മണവാട്ടിയെ പോലെ ദൈവസഭയെ ഒരുക്കത്തോടെ, പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിങ്കിൽ ആയിരിക്കുമെങ്കിൽ ധൈര്യത്തോടെ ദേഹസഹിതനായി നിന്റെ ദൈവത്തെ നിനക്ക് മീറ്റ് ചെയ്യുവാൻ കഴിയും. അതിനായി കർത്താവ് സഹായിക്കട്ടെ. Amen. Amos chapter 4 verse 6 to 10, it gives the idea of what has happened globally throughout these times. In verse 6 it says there was the lack of bread, and as the pastor said,
all of the supermarkets were literally looted by people because they thought that a great food scarcity is coming. And because of this compulsive buying that happened, there was no enough food for the people. And this literally happened. In verse 7, God withheld the rain. And in some places, especially in our place, we had heavy rain and we had heavy flood also. And as the El Shaddai Ministries under the God's Love Charity did great philanthropic work during these times, and 5,000 families were personally met and they were helped in Chennai. And when this happened, everyone is in great unity, no difference of religion, caste, creed, or color. Everyone was in unity. But the problem is, once things settle, once the respite is there, we resort to our old practices and sins. And in verse 10, plague and pandemic as that of Egypt. This literally happens in our times. But what is the message here? Even though the Lord does all these things to bring people back to the Lord, what happens is there is no clear repentance. When there is a problem, people turn to the Lord and ask for some sort of respite and answer, but no perfect submission happens in the light of the problems they had. So in verse 12 it says, prepare to meet the Lord. There is nothing more going to happen. This is the consummation. The rapture is going to happen. Are you ready for the rapture? There won't be any more warning. These all are orchestrating toward the one thing which is going to happen: the rapture of Jesus Christ and the rapture of the church, the coming of Jesus Christ and the rapture of the church. And the question here is, are you ready? If you are not ready or not, the Lord is going to come. So prepare to meet the Lord. That's the point here. പരീക്ഷകളും പ്രതിസന്ധികളും ഒരുപക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നെങ്കിൽ അത് അനുവദിച്ചത് ദൈവത്തിലേക്ക് മടങ്ങി വരുവാനും നാം ദൈവത്തിൽ ആശ്രയിക്കാനും വേണ്ടിയാണ്. രണ്ടാമത്തെ മെയിൻ ടൈറ്റിൽ, നമ്മുടെ തെറ്റുകളെ തിരുത്തി, നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെ തിരുത്തി നമ്മെ ദൈവത്തിന് പണിതുയർത്താൻ വേണ്ടിയാണ്. ഒന്ന് വായ്കൾ തുറന്നു പറയാമോ? ഞാൻ തകർന്നു പോകാനല്ല, ഞാൻ തകരുവാനല്ല ഈ പ്രതിസന്ധി, എന്നെ പണിതുയർത്തുവാൻ വേണ്ടിയാണ്. നമ്മൾ സാധാരണ പാടാറില്ലേ, നിന്നെ തളർത്തുവാനോ നിന്നെ തകർക്കുവാനോ അല്ലല്ല ഈ ശോധന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ വേദന എന്ന് നമ്മൾ പാടാറില്ലേ? അത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ തെറ്റുകളെ തിരുത്തി ദൈവത്തിന് നമ്മളെ പണിതുയർത്തുവാൻ വേണ്ടിയാണ്. പക്ഷേ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആ വലിയ കുശവന്റെ കരങ്ങളിലേക്ക് ഒരു കളിമണ്ണായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, എന്നെ അവിടുത്തെ ഹിതപ്രകാരം ഒന്ന് പണിയണമേ, അവിടുത്തെ ഹിതപ്രകാരം എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ, എന്നെ ഒന്ന് ഷേപ്പ് ചെയ്യണമേ. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. ഞാൻ ഈ വരികൾ വെറുതെ പാടിയതല്ല പ്രിയരെ. ഈ ഒരു സാഹചര്യത്തിലൂടെ ആരൊക്കെയോ ഈ ഞായറാഴ്ച പകലിൽ കടന്നു പോകുന്നുണ്ട്. അവരുടെ കാതുകളിൽ ഈ വരികൾ ഒരു ദൂതായി തീരട്ടെ. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. തെറ്റുകൾ തിരുത്തി നമ്മെ പണിതുയർത്തുന്ന ദൈവം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളും അതിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മകനെ,
കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ മുഷിയരുത്. വായിക്കാം പാസ്റ്ററെ. കർത്താവ് താൻ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലിടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കുന്നത്. 11-ാമത്തെ വാക്യം വായിക്കാമോ? ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല. ഉറപ്പായിട്ടും അല്ല. നമുക്കറിയാലോ, അത്ര സന്തോഷമല്ല. മുഖം കാണുമ്പോ അറിയാം. ഏതു ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല. രാജാവിന്റെ വിരളഗ്രം മുറിഞ്ഞത് ആ മൂമെന്റിൽ സന്തോഷകരമല്ല, പക്ഷെ പിന്നെ അതറിയും എന്തിനാണ് ദൈവം അത് അനുവദിച്ചതെന്ന്. അബ്രഹാമേ, ദീർഘവർഷങ്ങൾ താങ്കൾ പരീക്ഷകളിലൂടെ കടന്നുപോയത് എന്തിനു വേണ്ടിയെന്ന് പിന്നീട് അറിയും. ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ തന്നോട് ആവശ്യപ്പെട്ടത് എന്തിനു വേണ്ടിയെന്ന് താങ്കൾ പിന്നീട് അറിയും. ഇസഹാക്കേ, നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വിവിധ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ, ഹല്ലേലൂയ വെല്ലുവിളികൾ കടന്നു വന്നപ്പോൾ അതെന്തിനു വേണ്ടിയെന്ന് നിന്റെ ജീവിതത്തിൽ രഹബോത്ത് വെളിപ്പെടുമ്പോൾ നീ അറിഞ്ഞിരിക്കും. യാക്കോബേ, വീടും നാടും എല്ലാം വിട്ട് കല്ല് തലയണയായി വെച്ചുകൊണ്ട് നീ ലൂസിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു സാഹചര്യം ദൈവം നിന്റെ ജീവിതത്തിൽ അനുവദിച്ചതെന്ന് നീ പിൽക്കാലത്തിൽ തിരിച്ചറിയും. ജോസഫേ, എന്തുകൊണ്ട് ഈ സഹോദരന്മാർ, എന്തുകൊണ്ട് ഈ പൊട്ടക്കിണർ, എന്തുകൊണ്ട് ഈ പൊത്തീബറിന്റെ ഭാര്യ, എന്തുകൊണ്ട് എന്റെ യൗവന പ്രായത്തിൽ ഈ പ്രതിസന്ധികളെന്ന് നീ ചോദിക്കുന്നെങ്കിൽ നീ അതിന്റെ റിസൾട്ട് പിന്നീട് അറിയും. ഇത് ആരോടോ ഉള്ള ഒരു സന്ദേശമാണ് പ്രിയരെ. നിങ്ങളെ ദൈവം അറിയിക്കും. ഏതു ശിക്ഷയും തൽക്കാലം അത്ര സന്തോഷകരമല്ല, ദുഃഖകരമെന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാനം ലഭിക്കും. അതാണ് ദൈവദാസനെ ഞാൻ പറഞ്ഞത്. ഈ സാഹചര്യങ്ങൾ നമ്മുടെ തെറ്റുകളെ തിരുത്തി ദൈവത്തിന് നമ്മളെ പണിതുയർത്തുവാനുള്ള സാഹചര്യങ്ങളാണ്. ഇത് പുതിയ നിയമത്തിൽ നിങ്ങൾ വായിച്ചപ്പോൾ തന്നെ പഴയ നിയമത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധിക്കേണ്ട രസകരമായ ആഴമേറിയ ഒരു സന്ദേശം കിടപ്പുണ്ട്. അത് ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിലാണ്. 32-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളൊന്ന് വായിക്കാമോ? താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകന്മേൽ അവനെ വഹിച്ചു. അതിന്റെ ഇപ്പോൾ വായിച്ച വാക്യത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശങ്ങളിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ സൂക്ഷിച്ചു. ഹല്ലേലൂയ. ഈ മെസ്സേജ് ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്ന ആ കുടുംബത്തോട് പറയുന്നു, ഈ ഒരു സാഹചര്യത്തിന്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ പരിപാലിക്കും. ഒന്നേറ്റെടുക്കാവോ? കണ്ണിന്റെ കൃഷ്ണമണി പോലെ നിന്നെ, നിന്റെ തലമുറയും ദൈവം സൂക്ഷിക്കും. ദൈവസഭയെ ദൈവം സൂക്ഷിക്കും. വിശ്വസിക്കുന്ന രാമീൻ പറഞ്ഞേ. സക്കറിയ 2:5 നാം വായിക്കുന്നത് പോലെ അവൻ നമുക്ക് ചുറ്റും തീമതിലായിരിക്കും. സക്കറിയ 9:8 വായിക്കുന്നത് പോലെ അവൻ നമുക്ക് ചുറ്റും പട്ടാളമായി ഇറങ്ങി വരും. ഇതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഹല്ലേലൂയ, താൻ അവരെ മരുഭൂമിയിലും സ്തോത്രം എന്ന് വായിച്ച പാസ്റ്റർ. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ച് കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. 11-ാമത്തെ വാക്യം, കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറക്. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്റെ മേൽ അവനെ വഹിച്ചു. ഇതാ ഒരു തള്ളക്കഴുകനോട് സ്വർഗത്തിലെ ദൈവത്തെ സമാന്തരപ്പെടുത്തുകയാണ്. കഴുകൻ എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത്? കഴുകൻ കൂടുണ്ടാക്കുന്നത് താണപ്രദേശങ്ങളിലല്ല, ഏറ്റവും ഉയർന്ന പ്രദേശത്തിലാണ്, വളരെ റഫായിട്ടുള്ള പ്ലേസുകളിലാണ്, ഏറ്റവും ഉയരത്തിലാണ്, പർവ്വതത്തിന്റെ മലയുടെ ഒക്കെ ഏറ്റവും മുകളിൽ, ഏറ്റവും ഹൈറ്റുള്ള വൃക്ഷത്തിന്റെ, ആർക്കും കയറി എത്താൻ കഴിയാത്ത രീതിയിലുള്ള, ഈസി ആയിട്ട് കയറാൻ കഴിയാത്ത വൃക്ഷത്തിന്റെ മുകളിൽ
വലിയ മലകളുടെ മുകളിൽ കഴുകൻ കൂടുണ്ടാക്കും. വളരെ റഫായിട്ടുള്ള വലിയ കമ്പുകളും ചുള്ളിക്കമ്പുകളും ഒക്കെ വെച്ചിട്ടാണ് ഈ കൂടുണ്ടാക്കുന്നത്. എന്നിട്ട് അതിന്റെ മുകളിൽ തന്റെ തൂവലുകൾ പൊഴിച്ചിടും. വളരെ സോഫ്റ്റ് ആക്കി മാറ്റും, സോഫ്റ്റ് മെറ്റീരിയൽ ആക്കും. ഇതിനുശേഷം മുട്ടയിട്ട് ആ കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കി കഴിയുമ്പോൾ അത് ഏകദേശമൊക്കെ ഒന്ന് വളർന്ന് പറക്കാനുള്ള സമയമായി വരുമ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയലുകളും ഈ കഴുകൻ തന്നെ ചൂണ്ടുകൊണ്ട് വലിച്ചെടുത്ത് കളയും. എന്നിട്ട് ആ റഫായിട്ടുള്ള ആ പ്രതലത്തിനകത്ത് ഈ കുഞ്ഞുങ്ങൾ കിടക്കുമ്പോൾ ചെറിയ ചെറിയ കമ്പിന്റെ മുനകളൊക്കെ കൊള്ളുമ്പോൾ ചെറുതായിട്ടൊന്ന് വേദനിക്കും. ഹല്ലേലൂയ. എന്നിട്ട് അവിടം കൊണ്ടും തീരുന്നില്ല. അല്പം പറക്കമുറ്റുന്ന സമയത്ത്, പറക്കാറാകുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളെ കൊത്തിയെടുത്തുകൊണ്ട് അല്പമായി ഉയരത്തിൽ പറക്കും. പറന്നിട്ട് ഈ കഴുകൻ ചുണ്ടിൽ നിന്ന് ഈ കുഞ്ഞിനെ അങ്ങ് വിടും. വിട്ടുകഴിയുമ്പോൾ ഈ കുഞ്ഞിങ്ങനെ തറയിൽ വീഴുമെന്ന് ആ സാഹചര്യം എത്തുമ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് പോലെ കഴുകൻ ചിറക് വിരിച്ചിറങ്ങി വന്ന് ഈ ചിറകിനകത്ത് അതിനെ കോരി എടുത്തുകൊണ്ട് വീണ്ടും ഉയരങ്ങളിലേക്ക് പറക്കും. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഇങ്ങനെയാണ് നമ്മളെയും ദൈവം നടത്തുന്നത് ചില സമയങ്ങളിൽ. എന്ന് പറഞ്ഞാൽ എന്താ? ഈ എയറിൽ കാക്കയെ പോലെ ആകാനും കോഴിയെ പോലെ ആകാനും, സ്തോത്രം, അതിനെ പോലെ പറക്കാനല്ല. ഒരു കോഴി പറക്കുന്ന ഉയരത്തിൽ, കാക്ക പറക്കുന്ന ഉയരത്തിൽ, ഒരു തത്ത പറക്കുന്ന ഉയരത്തിൽ പറക്കാനല്ല നിന്നെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തുടക്കം മുതലേ നീ ട്രെയിനിങ്ങിലാണ്. ഇതൊരു ദൂതാണ്. ആർക്കുമില്ലാത്ത ട്രെയിനിങ്, ആർക്കുമില്ലാത്ത പരീക്ഷകൾ നിനക്കുണ്ടാകുന്നെങ്കിൽ നീ എഴുതി വെച്ചുകൊള്ളുക. ആർക്കുമില്ലാത്ത നന്മ നിനക്കുണ്ടാകാൻ പോകുകയാണ്. ആർക്കുമില്ലാത്ത വെല്ലുവിളികൾ ദാവീദേ നിനക്കുണ്ടെങ്കിൽ നീ ഓർത്തുകൊള്ളുക. ആർക്കുമില്ലാത്ത ഒരു അഭിഷേകം ദൈവം നിന്റെ മേൽ പകരുകയാണ്. ആർക്കുമില്ലാത്ത പ്രതിസന്ധികൾ, കഷ്ടതകൾ പൗലോസേ നിനക്കുണ്ടാകുന്നെങ്കിൽ നീ ഓർത്തുകൊള്ളുക. ആർക്കുമില്ലാത്ത വെളിപ്പാടുകളുടെ ആധിക്യം സ്വർഗം നിന്റെ മേൽ പകരുകയാണ്. ആർക്കുമില്ലാത്ത നിന്ന ജോസഫെ നീ അനുഭവിക്കുന്നെങ്കിൽ നീ ഓർത്തുകൊള്ളുക. ആർക്കുമില്ലാത്ത ഒരു പൊസിഷൻ ദൈവം നിനക്ക് വേണ്ടി സെറ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ കഴുകനെ ഇങ്ങനെ ഉയരത്തിൽ കൊണ്ടുവന്ന് എയറിൽ ബാലൻസ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ് സിറ്റുവേഷൻസിനെ. ഞാനിത് പറയുമ്പം ചുമ്മാ കേട്ടോണ്ടിരിക്കരുത്. ഇത് കർത്താവ് നിങ്ങൾക്ക് തരുന്നൊരു ദൂതാണ്. സിറ്റുവേഷൻസിനെ, സാഹചര്യങ്ങളെ, അറ്റ്മോസ്ഫിയറിനെ, അതിനെ അതിജീവിക്കാൻ, ആ സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ, കാറ്റിനെ അതിജീവിക്കാൻ, എതിരെ വരുന്ന പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള ട്രെയിനിങ് ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ, ഈ ട്രെയിനിങ്ങിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആ കണ്ണുകൾ നിങ്ങളിൽ തന്നെ ഫോക്കസ്ഡ് ആണ്. ഇത് കൊത്തിയെടുത്തോണ്ട് പോകുന്നതും മനസ്സിലാക്കേണ്ട കാര്യം, താഴത്ത് നിന്ന് മുകളിലേക്ക് ഉയരുന്നതും ഉയരത്തിൽ നിന്ന് പിന്നെയും താഴോട്ട് വിടുന്നതും, ഇത് രണ്ടും നമ്മുടെ പ്ലാനല്ല. താഴ്ത്തുന്നതും ഉയർത്തുന്നതും ഈ തള്ളക്കഴുകനാ ചെയ്യുന്നേ. അങ്ങനെയാണെങ്കിൽ താഴ്ചയിലും ഉയർച്ചയിലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. താഴ്ചയിലും ഉയർച്ചയിലും അവന്റെ കണ്ണുകൾ നമ്മുടെ കൂടെയുണ്ട്. താഴ്ചയിലും ഉയർച്ചയിലും അവന്റെ കരുതൽ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ താഴ്ചയിലും നമ്മുടെ ഉയർച്ചയിലും ദൈവത്തിന്റെ സംരക്ഷണ വലയം നമുക്ക് ചുറ്റുമുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, നാം താഴുന്നതും ഈ ഉയരുന്നതും നമ്മുടെ പ്ലാൻ അല്ല എന്നുള്ളതിന്റെ അടയാളമാണ്. കഴുകൻ ഈ കുഞ്ഞിനെ കൊത്തിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകും. ഇനി ശ്രദ്ധിച്ചോണം, ഇത് നിങ്ങളോടുള്ള മെസ്സേജാണ്. എന്നിട്ട് ചുണ്ടിൽ നിന്ന് പിടിവിടും, ചുണ്ടങ്ങ് വിടർത്തും, കുഞ്ഞു താഴെ പോവും. വീഴുമെന്ന് ഇവന് തോന്നണം, പക്ഷെ വീഴ്ത്തുകയല്ല. നീ വീഴാൻ പാടില്ല. എന്നാൽ വീഴുമെന്ന് തോന്നിയാൽ മാത്രമേ നിന്നെ വഹിക്കുന്ന ഒരു ചിറകുണ്ടെന്ന് നിനക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു തോന്നൽ നിനക്ക് വരാത്തിടത്തോളം അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാകത്തില്ല. പ്രൈസ് ഗോഡ്. പല സന്ദർഭങ്ങളിലും എന്റെ കയ്യിൽ ഈ പ്രശ്നം നിൽക്കുകയില്ല, എന്നെയും കൊണ്ട് ഇത് പരിഹരിക്കാൻ ഒക്കുകയില്ല, ഈ സിറ്റുവേഷനെ എനിക്ക് തന്നെ നേരിടാൻ പറ്റുകയില്ല എന്നൊരു സാഹചര്യവും ചിന്തയും ബോധ്യവും നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ സർവശക്തനാകുന്ന ദൈവത്തിന്റെ കരവും പ്രവൃത്തിയും മഹത്വവും എന്ന് നിങ്ങൾ തിരിച്ചറിയുകയുള്ളൂ. ഈ കഴുകന്റെ കുഞ്ഞിന് തോന്നണം ഇത് വീഴുമെന്ന്.
കരയണം, നിശ്ചയമായിട്ടും കരയണം. പക്ഷേ മുകളിൽ പറക്കുന്ന ആ കഴുകന്റെ കണ്ണുകൾ, ദൃഷ്ടികൾ ഈ കുഞ്ഞിനെ നോക്കി പറയുന്ന ഒരു ആലോചനയുണ്ട്. നിനക്ക് തോന്നുകയേ ഉള്ളൂ, നിന്നെ ഞാൻ വീഴ്ത്തുകയില്ല. ഹല്ലേലൂയ. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവൻ നമ്മളെ കാക്കുന്ന ദൈവമാ. ദൈവം വിശ്വസ്തന. പരീക്ഷ അവൻ അനുവദിച്ചാൽ പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴികളും ഉണ്ടാക്കും. ഹല്ലേലൂയ. നിശ്ചയമായിട്ടും വീഴാൻ പാടില്ല. വീടില്ല, പറഞ്ഞേ, വീടില്ല. പക്ഷെ ചിലപ്പോഴൊക്കെ തോന്നിപ്പോകും, എല്ലാം അവസാനിക്കുകയാണോ, വീഴുകയാണോ, കഴിഞ്ഞോ, ഇനി എനിക്കൊരു മിനിസ്ട്രി ഉണ്ടോ, ഇനി എനിക്കൊരു ജീവിതം ഉണ്ടോ, ഇനി എനിക്കൊരു നന്മയുണ്ടോ, ഈ സിറ്റുവേഷനൊക്കെ മാറുമോ, ഇതുകൊണ്ടെല്ലാം അവസാനിക്കാൻ പോവാന്നോ എന്ന് നിന്റെ മൈൻഡിൽ നിനക്ക് തോന്നിപ്പോകും. തോന്നണോന്നാ പറയുന്നത്. അങ്ങനെ തോന്നിയാൽ മാത്രമേ നാളുകളിൽ എഴുന്നേറ്റ് നിന്ന് പറയുള്ളൂ, എനിക്ക് ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാഞ്ഞതിനെ, എനിക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയാഞ്ഞതിനെ എന്റെ ദൈവം എനിക്ക് വേണ്ടി കൈകാര്യം ചെയ്തു. അവന്റെ ചിറകിന്റെ മേളിൽ അവൻ എന്നെ വഹിച്ചത് കൊണ്ട്, അവൻ എന്നെ താങ്ങിയത് കൊണ്ട്, എന്റെ ദൈവം എന്നെ നിർത്തിയത് കൊണ്ടാണ് ഞാൻ നിന്നത്. പറയാമോ, ഞാൻ നിന്നതല്ല, അവൻ എന്നെ എന്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഞാൻ നേടിയതല്ല, എന്റെ ദൈവം സകലതും എനിക്ക് നൽകിയതാണ്. ഇന്ന് പകലിൽ, ഈ നവംബർ മാസം 21-ാം തീയതി ഞായറാഴ്ച പകലിൽ ഈ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുത്തോണ്ടിരിക്കുമ്പോഴും ഞാൻ ആയുസോടിരിക്കുന്നത് ആ ചിറകിനകത്തെന്നെ മറച്ചത് കൊണ്ടാണ്. ഇവിടം വരെ എത്തിയത് ആ ചിറകിൽ വെച്ചെന്നെ വഹിച്ചുകൊണ്ട് അവൻ പറത്തി ഉയർത്തിയത് കൊണ്ടാണ്. എന്റെ ഉയർച്ചയിലും എന്റെ താഴ്ചയിലും എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. Why we have temptations in our life? Further, we can understand it is to correct our mistakes and to build us up. Your problem is not to tear you down, it is to build you up, to shape you, to mold you. All the things which are working against you is not to demoralize you, but it is to build you up. Hebrews 12:5-7, 5-11, of course, it talks about the Lord's discipline, and it says at the point of the discipline, why we are disciplined, because we are his children. If you are not his children, no one will ever come to discipline you. But since you are his child, the Lord takes time to discipline you, and at the point of discipline, it is really unpleasant and it is really painful to undergo the discipline. Abraham had the test at Moriah, Mount Moriah. He had to sacrifice his son. Why that problem came, why that test came in his life? Because the Lord was testing him, and the providence the Lord provides, the providence of Lord was manifested on Mount Moriah. Isaac, he had the problems with the Philistines, but later he understood that Lord was preparing Rehoboth for him, and that's why he had to undergo it. Joseph had the brothers working against him, the Potiphar's wife. All the problems in his life was against him, but finally he understood that all those problems were resulting in that promotion where he became the prime minister of Egypt. So as we find the beautiful picturization of eagle in Deuteronomy 32:10-11, Yes. God encircled and overshadowed, and as the pastor said, today the Lord is encircling you, the Lord is overshadowing you. And as Zechariah 2:5 says, the Lord is a wall of fire and he is an army in your place, the place where you are. And as the eagle spreads wings over and carries it on its wings. And how does the eagle makes the nest? The eagle makes a nest in a high place, very high place, unapproachable by any person, and it makes the rest, the base of the nest with rough items, and then it builds the nest with its own feathers and makes a very smooth bed, and there it lays its eggs, and it is hatched, and all these sucklings, they grow up, and as they are growing up, the eagle takes each and every feather, and the soft bed is no more. And these little ones, they find it very painful. Some may jump, the eagle itself may pick
these little ones and throws into the air. And this is a great, painful and demoralizing situation and a cruel situation, you may say, in that little one's life. But as the little ones are approaching the ground, the same eagle comes down and takes it on its wings and carries it up to the next. Why this is happening in that life? Because the training is given as that of an eagle, and no ordinary bird will ever receive such kind of a training. You are trained in a very unpleasant way, in a very stringent and strict way. Why? Because you have a unique anointing, you have a unique destiny, and you have a unique purpose, and that's the reason why you are trained in the most unprecedented way ever in anyone's life. And as the pastor said, the Lord is teaching you to have a balance in life when the tempest and storms are working against you. Why this problem? You are being taught to have a balanced life in your life. The Lord is helping you to that. Your wings are made strong to approach to face any kind of opposition in life. And as the pastor said, you are not alone. God is with you. When you are falling down, He is with you. When He is carrying you up, He is with you. When you are about to hit the bottom, when you are about to hit the ground, the Lord comes down. You may think that, oh, I am going to fall, I am going to hit the bottom. And at that point of time, when you cannot help yourself, the Lord comes down and lifts you up so that you may understand it's not by power, it's not by might, it's not by my own strength, it's by God's power I had sustained. All the glory, all the honor will go to God, because you thought everything is all over in your നമ്മൾ life. ചോദിക്കുന്ന ഒട്ടുമുക്കാൽ ചോദ്യത്തിന്റെയും ഉത്തരവാണ് ആവർത്തനം 32:11. ഒട്ടുമുക്കാൽ ചോദ്യത്തിന്റെ ഉത്തരവാണ്. ദൈവം പറയുകയാണ്, ആ കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ കൂടെ അനക്കി ആ കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അതിനെ എടുത്ത് ചിറകിന്റെ മേൽ വഹിച്ചതുപോലെ. അവിടെ രണ്ട് പദങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒന്ന്, അവൻ കണ്ണിൻ മണി പോലെ അവരെ സൂക്ഷിച്ചു. രണ്ട്, ചിറകിന്മേൽ അവൻ വഹിച്ചു. ഒന്ന് പറഞ്ഞേ, കണ്ണിൻ മണി പോൽ ദൈവം എന്നെ സൂക്ഷിക്കുന്നു, ആ ചിറകിന്മേൽ അവൻ എന്നെ വഹിക്കുന്നു. ഞാൻ വീഴാൻ എന്റെ ദൈവം എന്നെ അനുവദിക്കത്തില്ല. ഒന്ന് പറഞ്ഞേ, അത് ഒന്ന് ഡിക്ലെയർ ചെയ്തേ, ഞാൻ വീഴാൻ എന്റെ ദൈവം എന്നെ അനുവദിക്കത്തില്ല. ആ കരങ്ങളൊന്ന് ഉയർത്തിയേ. കണ്ണിൻ മണി പോ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാൻ മാറിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാൻ മാറി ചേർക്കും, സ്നേഹമാകും യേശു. ഹൃത്തിൽ എന്നെ വഹിച്ചതിനാൽ, ഹൃത്തിൽ എന്നെ വഹിച്ചതിനാൽ, മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. ഉള്ളത്തിൽ പാടിയേ. ഹൃത്തിൽ എന്നെ വഹിച്ചതിനാൽ, മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ, തുമ്പമൊന്നും യേശിയില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ, തുമ്പമൊന്നും യേശിയില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും, അപ്പാ, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ എന്നെ മറക്കാതെ മാറി ചേർക്കും,
സ്നേഹമാക്കും യേശുവേ. എന്തിനു വേണ്ടി ദൈവം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അനുഭവങ്ങളിലൂടെ എന്നെ കടത്തിവിടുന്നു? ദൈവം അത് അനുവദിക്കുന്നു. ഒന്ന്, ദൈവത്തിലേക്ക് എന്നെ മടക്കി വരുത്തുവാൻ. രണ്ട്, എന്റെ തെറ്റുകൾ തിരുത്തി എന്നെ പണിതുയർത്തുവാൻ. ഹല്ലേലൂയ. മൂന്നാമതായി, എന്റെ മേലുള്ള അഭിഷേകത്തെയും ദൈവികമായ കൃപകളെയും വർദ്ധിപ്പിക്കുവാൻ. ഞാൻ ആ ഒരു പോർഷനിലേക്ക് കയറുമ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം. അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. സ്തുതിക്കുവാൻ അറിയുന്നവർ സ്തുതിച്ചു തുടങ്ങണം. വർധനവിന്റെ ദൈവം വലിയൊരു വർധനവ് ഈ ഒരു ഭാഗത്തിലേക്ക് കയറുമ്പോൾ, ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ ഓരോരുത്തർക്കും, ഏതെങ്കിലും ഒരു പ്രതികൂലത്തിലൂടെ ഈ ദിവസങ്ങളിലൂടെ കടന്നുപോയ ഓരോരുത്തർക്കും ഈ മൊമെന്റിൽ സ്വർഗം ഒരു പ്രമോഷൻ തരികയാണ്, ഒരു ബ്രേക്ക് ത്രൂ അയക്കുകയാണ്. മൂന്നാമതായി, നമ്മുടെ മേലുള്ള അഭിഷേകത്തെയും ദൈവികമായ കൃപകളെയും നമ്മിൽ ദൈവത്തിന് വർദ്ധിപ്പിക്കുവാൻ ഈ സാഹചര്യങ്ങളിലൂടെ ദൈവം കടത്തിവിടുന്നു. Why we are undergoing all these struggles and situations in our life, we already meditated three most important things. Firstly, to bring us back to the Lord, and secondly, to correct our mistakes and to build us up, and thirdly, the Lord is trying to increase in abundance the anointing which the Lord has given us. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ആദിമസഭ. ആദിമസഭയിൽ പരിശുദ്ധാത്മാവിനാൽ ആരംഭിക്കപ്പെട്ട ദൈവസഭ കൊടിയ കാറ്റാൽ ഇടിമുഴക്കത്താൽ പിളർന്ന അഗ്നിനാവുകൾ അവരുടെ മേൽ പ്രത്യക്ഷമായി. ഹല്ലേലൂയ. എത്ര ശക്തമേറിയ ഒരു മൊമെന്റ് ആയിരുന്നു അത്. പക്ഷെ അവിടെയും പ്രതിസന്ധികൾ ഉണ്ടായി. അവർക്ക് ചിതറിപ്പോകേണ്ട സാഹചര്യം വന്നു. പക്ഷെ നമുക്കറിയാം, ആ സഭ ഒറ്റ ചർച്ചയുണ്ടായിരുന്നുള്ളൂ ജെറുസലേമിൽ. അത് ചിതറിപ്പോയതിനാൽ എവിടെയൊക്കെ ശത്രു ചിതറിച്ചുവോ, അങ്ങനെ ഒരു സാഹചര്യം അവർക്കുണ്ടായോ, അവിടെയെല്ലാം ദൈവം വലിയ സഭകളെ എഴുന്നേൽപ്പിക്കുകയും ഉണർവുകളെ അയക്കുകയും ചെയ്തു. സ്തേഫാനോസ് എന്ന് പറയുന്ന മനുഷ്യൻ, അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ, ആ 17 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. അവർ കേട്ട് പുലർച്ചയ്ക്ക് ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. മഹാപുരോഹിതനും കൂടെയുള്ളവരും വന്ന് ന്യായാധിപ സംഘത്തെയും. നിങ്ങൾ നോക്കിയേ, എന്തുകൊണ്ട് മഹാപുരോഹിതന്മാരും സദൂക്യന്മാരും മതക്കാരും സകല പക്ഷക്കാരും അസൂയക്കാരും എഴുന്നേറ്റ് കർത്താവിന്റെ അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതുതടവിലാക്കി? കർത്താവിന്റെ ദൂതൻ, ആ സമയത്ത് കർത്താവിന്റെ ദൂതൻ എവിടെയായിരുന്നു? ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദൂതൻ ഇല്ലായിരുന്നോ? എന്നാൽ അന്ന് രാത്രിയിൽ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹത്തിൽ വെളിപ്പെട്ടു. അവരെ സ്വർഗത്തിലെ ദൈവം വിടുവിച്ചു. എന്നിട്ട് അവരെ പുറത്തു കൊണ്ടുവന്നു. 40-ാമത്തെ വാക്യത്തിലേക്ക് വരണം. 40, 41, 42 വാക്യം, അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം വായിക്കാം. അവർ അവനെ അനുസരിച്ചു, അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ചവരെ വിട്ടയച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. അവിടെ ഞാൻ ഒന്നും നിർത്തുകയാണ്, കാരണം എന്റെ വിഷയം അതല്ലെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ച് അട്ടിക്കൊടുത്ത്, ഇനി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ സംസാരിക്കരുത്, ഇനി ഈ വചനം നിങ്ങൾ പ്രസംഗിക്കരുത്, ഇനി നിങ്ങൾ സുവിശേഷം പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞ് കൽപ്പന കൊടുത്ത് അടുപ്പിച്ച് അവരെ വിട്ടയച്ചു. 41-ാമത്തെ തിരുവചനം, പ്രിയരെ, തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചു. നമ്മളെ കൊണ്ട് സാധിക്കുമോ? നമ്മുടെ മനോഭാവം അങ്ങനെയാണോ? തിരുനാമത്തിന് വേണ്ടി അസൂയ കൊണ്ട് ചിലർ അപവാദങ്ങൾ പറയുമ്പോൾ തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ അവർ യോഗ്യരായി എണ്ണപ്പെട്ടു. അതിനും വേണം ഒരു യോഗ്യത എന്നാണ് ദൈവവചനം പറയുന്നത്. അതിനും വേണം ഒരു യോഗ്യത. അപവാദവും അപമാനവും കേൾക്കാനും വേണം ഒരു യോഗ്യത. കാരണം ഫലമുള്ള വൃക്ഷത്തിലേ എറിയുള്ളൂ. ഹല്ലേലൂയ.
അതുകൊണ്ട് അവർ സന്തോഷിച്ചു. ന്യായാധിപതി സംഘത്തിന്റെ മുമ്പിൽ നിന്ന് അവർ പുറപ്പെട്ടു പോയി. 42 വാക്യം. പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീട് തോറും വിടാതെ ഉപദേശിക്കുകയും യേശുക്രിസ്തു തന്നെ ദൈവമെന്ന് സുവിശേഷം അറിയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇനി മിണ്ടരുതെന്ന് എവിടെ പറഞ്ഞോ അത് തന്നെയാണ് അവർ മിണ്ടിയത്. ഇനി ഏത് നാമത്തെ കുറിച്ചാണോ പറയരുതെന്ന് പറഞ്ഞത് അവർക്ക് ആ നാമത്തെ കുറിച്ചേ പറയാനുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ ഇത് നിമിത്തം ഒരു വലിയ പ്രശ്നം ഉണ്ടായി, ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. അതാണ് 54 മുതൽ 7-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 54 മുതലുള്ള വാക്യങ്ങൾ. 54. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഇവിടെ സ്തേഫാനോസ് എന്ന് പറയുന്ന കർത്താവിന്റെ അപ്പോസ്തലനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് തർസോസുകാരനായ ശൗലാണ്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. പിന്നത്തേതിലാണ് ശൗൽ പൗലോസായി മാറിയത്. നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഈ വിഷയം ഞാൻ സവിസ്തരമായി നിങ്ങളുടെ മുമ്പിൽ തിരുവചനത്തിലൂടെ പ്രസംഗിച്ചതാണ്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ, ഈ ഒരു വലിയ പ്രതിസന്ധി സ്തേഫാനോസിന് ഉണ്ടാകുമ്പോൾ, അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ച് കടന്നു വരുമ്പോൾ 55-ാമത്തെ വാക്യം. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഒരു കൂട്ടം ആൾക്കാർ ചുറ്റും കോപം കൊണ്ട് നിറയുമ്പോൾ, എതിരെ പല്ല് കടിച്ച് കാണിക്കുമ്പോൾ, നിന്നെ ഇപ്പൊ കൊല്ലുവടാന്ന് പറയുമ്പോൾ, ഈ മനുഷ്യന് അവരുടെ നടുവിൽ എങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ കഴിയും? പരിശുദ്ധാത്മാവ് ഉള്ളവന് പരിശുദ്ധാത്മാവിൽ നിറയാൻ കഴിയും. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നാട്ടുകാരെ നോക്കിയെന്നല്ല, കൂട്ടുകാരെ നോക്കിയെന്നല്ല, എന്നെ ആര് സഹായിക്കുമെന്ന് അവരെ നോക്കിയെന്നല്ല, അവൻ സ്വർഗത്തിലേക്ക് നോക്കി. ദൈവത്തിലേക്ക് തിരിയുന്നവരെ, ദൈവകരത്താൽ പണിതുയർത്തപ്പെടുവാൻ വിളിക്കപ്പെട്ടവരെ, any situation, any circumstances, ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളുടെ നടുവിലും സ്തേഫാനോസിനെ പോലെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് നോക്കുവാൻ കഴിയുമോ? യേശു കർത്താവ് 5 അപ്പവും 2 മീനും തന്റെ കരങ്ങളിൽ എടുത്ത സമയത്ത് പുരുഷാര മുഴുവൻ അപ്പമീനുകളിലേക്ക് നോക്കിയപ്പോൾ യേശു സ്വർഗത്തിലേക്ക് നോക്കി. ലാസറിന്റെ കല്ലറവാതിക്കൽ എല്ലാവരും വിമർശിക്കുകയും പരീക്ഷിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ ആ കല്ലറവാതിക്കൽ നിന്നും യേശു സ്വർഗത്തിലേക്ക് നോക്കി. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ജീവിതത്തിന്റെ വെല്ലുവിളികളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, ഒറ്റപ്പെടലുകളുടെ നടുവിൽ കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് വന്ന് ആ സ്വർഗത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾക്ക് ഉയർത്താൻ കഴിഞ്ഞാൽ, അടുത്ത വാക്യം 56-ാം വാക്യം, 55, 56. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത്. The glory of the Lord, the glory of the Lord, ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. നിങ്ങൾ ലോകത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ലോകക്കാരെ കാണാം. നിങ്ങൾ സാഹചര്യത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങളെ കാണാം. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയാൽ സകലത്തെയും സാധ്യമാക്കുന്ന ദൈവത്തെ കാണാം. സകലത്തെയും സാധ്യമാക്കുന്ന ദൈവത്തെ കാണാം. ദൈവത്തിന്റെ മഹത്വവും തന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും താൻ കണ്ടു. ആർക്കുമില്ലാത്ത പ്രതിസന്ധികൾ, ആർക്കുമില്ലാത്ത വെല്ലുവിളികൾ, ആർക്കുമില്ലാത്ത കല്ലേറുകൾ, ആരോടുമില്ലാത്ത അസൂയകൾ നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ? ഞാൻ ഉറപ്പായി പറയുന്നു, ദൈവത്തിന്റെ ഗ്ലോറി നിങ്ങളുടെ മുമ്പിൽ മാനിഫെസ്റ്റ് ചെയ്യും. 2, ആർക്കും കാണാൻ കഴിയാത്ത ആത്മമണ്ഡലത്തിലെ കാഴ്ചകൾ, വെളിപ്പാടുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. താങ്ക് യു ലോർഡ്. യോഹന്നാനെ, ആർക്കുമില്ലാത്ത പത്മോസ് എന്തുകൊണ്ട് നിനക്ക്? ആർക്കുമില്ലാത്ത ഏകാന്തത എന്തുകൊണ്ട് നിനക്ക്? പത്രോസിനും യാക്കോബിനും ലൂക്കോസിനും മറ്റ് ശിഷ്യന്മാർക്കും ആർക്കുമില്ലാത്ത, സ്റ്റീഫനില്ലാത്ത, പൗലോസിനില്ലാത്ത, അന്ത്രയോസിനില്ലാത്ത, യാക്കോബിനില്ലാത്ത, മത്തായിക്കില്ലാത്ത, ആർക്കുമില്ലാത്ത പത്മോസ് എന്തുകൊണ്ട് നിനക്ക്? യോഹന്നാന് പറയാൻ കഴിയും,
ഞാനതിൽ ആകുലതയുള്ളവനല്ല, ഞാനതിൽ പിറുപിറുക്കുന്നില്ല. ആർക്കുമില്ലാത്ത പത്മോസ് എനിക്കുണ്ടെങ്കിൽ ആർക്കുമില്ലാത്ത വെളിപ്പാട് കൊണ്ട് എൻ്റെ ദൈവം എന്നെ നിറയ്ക്കുകയാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനെ പീറ്റർ കണ്ടിട്ടില്ല. മാറത്ത് പൊൻകച്ച കെട്ടിയവനെ യാക്കോബ് കണ്ടിട്ടില്ല. വെള്ളോട്ടിന് സദൃശ്യമായ കാലുകളുള്ളവനെ മറ്റപ്പോസ്തലന്മാർ ആരും കണ്ടിട്ടില്ല. ആരും കാണാത്ത വെളിപ്പാടുകളുടെ നേർക്കാഴ്ചകളിലേക്ക് എന്നെ ദൈവത്തിന് കയറ്റിവിടാൻ കഴിയണമെങ്കിൽ ആർക്കുമില്ലാത്ത ഈ പത്മോസിന്റെ ഒറ്റപ്പെടൽ എനിക്കുണ്ടായേ പറ്റത്തുള്ളൂ. ഇതാരോടുള്ള സന്ദേശമാണ്? ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതുമായ കാഴ്ച സ്തേഫാനോസ് കാണുക. റിജോയ് സാറേ, ഞാൻ ഈ ഭാഗം പ്രസംഗിക്കുന്ന സമയത്തൊക്കെ ആത്മാവിൽ ആ സാഹചര്യത്തെ ഞാൻ കാണാറുണ്ട്. സ്റ്റീഫൻ പറഞ്ഞതൊന്ന് ഞാനൊന്ന് പറയണേ, ഒന്ന് ശ്രദ്ധിക്കണേ. സ്റ്റീഫൻ പറയുകയാണ്, ഇതാ സ്വർഗം. ഞാൻ പറയുന്നു, ഇതാ എൻ്റെ ബൈബിൾ. എനിക്ക് റിജോയ് സാറിനെ എൻ്റെ അടുത്താ നിൽക്കുന്നെങ്കിലും ഇതാ റിജോയ് സാർ എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ 2 സ്റ്റെപ്പ് അടുത്ത് ചെന്ന് ഒന്ന് തൊട്ടോണ്ടേ എനിക്ക് പറയാൻ പറ്റൂ ഇതാ റിജോയ് സാർ എന്ന്. ഞാൻ വളരെ അടുത്താ നിൽക്കുന്നതെങ്കിലും ജിജി പാസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. ഇതാ ജിജി പാസ്റ്റർ എന്ന് എനിക്ക് പറയാൻ കഴിയണമെങ്കിൽ കുറച്ചുകൂടെ അടുത്ത് വരണം. ദേ അവിടെ ഇരിക്കുന്നു ജിജി പാസ്റ്റർ, ദേ അവിടെ നിൽക്കുന്നു റിജോയ് സാർ എന്ന് പറയും. ഇതാ സ്വർഗം എന്ന് പറയണമെങ്കിൽ ഇഞ്ഞു വന്നു അടുത്ത്. ഇതാ സ്വർഗം എന്ന് പറയണമെങ്കിൽ സ്റ്റീഫന്റെ ശ്വാസത്തിന് തൊട്ടു മുൻപിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്റെ കണ്ണിന്റെ മുൻപിലെത്തി ഇറങ്ങി വന്നു ആ ഗ്ലോറി, ആ സ്വർഗം. എന്നിട്ട് അവിടെ നിൽക്കുന്ന ദൈവപുത്രനെ സ്തേഫാനോസ് കാണുകയാണ്. സ്റ്റീഫൻ, മറ്റാർക്കുമില്ലാത്ത ഈ മഹത്വകരമായ ഗ്ലോറിയസ് വിഷൻ നിനക്കെങ്ങനെ ഉണ്ടായി? കണ്ടില്ലേ ആൾക്കാർ പല്ല് കടിക്കുന്നത്? കണ്ടില്ലേ ആൾക്കാർ എന്നോട് എതിർക്കുന്നത്? കണ്ടില്ലേ എൻ്റെ ദേഹത്ത് വീഴുന്ന കല്ലുകൾ? ഇതിന്റെ മധ്യയിലും ഈ പരീക്ഷകളുടെ, കഷ്ടതകളുടെ, പ്രതിസന്ധികളുടെ മധ്യയിലും ഞാൻ പിറുപിറുക്കാതെ, വിളിച്ചവനെ വിധിക്കാതെ, വിളിച്ചവനെ കുറ്റം പറയാതെ, ദൈവത്തെ പഴിക്കാതെ, അവിടെയും എൻ്റെ കണ്ണുകൾ ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തിയപ്പോൾ മഹത്വത്തിന്റെ നേർക്കാഴ്ചകളിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ കയറ്റിവിടുകയാണ്. The third reason for why we are undergoing our trials and temptations in our life, the third reason is to increase the level of our anointing in our life. That is the reason. Apostolic Church, in the beginning, the Holy Spirit came so powerfully on these people. But as we move further, this Jerusalem church scattered, and it is written, wherever they went, as they scattered, wherever they went, the Lord was with them, and new churches began to sprout out. And the problems came. Always there was problem. And we find in Acts chapter 5 verse 20, high priests, council members, all these people, Sanhedrin, they are coming to somehow put these people down and to end this way somehow. And in verse 40 it says apostles were flogged, and it is said, do not preach the word anymore. Do not preach. They were prohibited to preach the word of God, and they were severely flogged. And it is very difficult to suffer like that, very difficult to suffer for the gospel. But it is written, contrary to our expectation, verse 41, they rejoiced in the sufferings for Christ. And that should be our attitude when we are undergoing sufferings and persecutions. We need to rejoice, and we need to see things beyond the present situations. And in verse 42, they began to move forward. In every house they incessantly began to teach and preach. They were prohibited severely, but they did not stop there. In every house, each and every house they went, they began to teach, they began to preach, and they were just unstoppable. And in verse 55, Stephen is powerfully preaching the gospel, and he was stoned at last. And
when these people were gnashing teeth against Stephen, he was full of Holy Spirit. They were throwing stones so fiercely, they were gnashing teeth against them, but he was full of the Holy Spirit. When people are ridiculing you, when people are putting you down, when people are pelting stones at you, how can you withstand that? You need to be filled by the Holy Spirit. Yes. If you are filled by the Holy Spirit, you will do what Stephen will do. Stephen did not look at other people. Stephen did not look at the stone pelters. Stephen did not look at any human help. He was looking up at heaven. If you can look up at heaven in your problems, you will see the heavens opened. You will see new revelations. He saw the heavens opened. He saw Jesus Christ. There is the Heavenly Father sitting on the throne. He saw the glory of God, and he says like this, behold the glory of God. As the pastor said here, as you said, here is my Bible, or behold my Bible. Heaven became so tangible, so close, as real as his breath. If you are filled with the Holy Spirit, if you look at heaven when situations are going against you, you will see heaven coming down so close and tangible to you. And Stephen, when the stones were so fiercely coming in a lightning pace, he was able to see the heaven coming down. If you have problems in our life which are so unique and so unprecedented to any other people around you, make sure you have a special anointing, you have a special revelation. And as the pastor said, the example of John at Patmos, nobody got such a great revelation. No other apostle got such a great revelation. He was alone, totally isolated, and he was so attacked by the great kingdoms, and he was alone there on Lord's day. He saw the glorified Jesus Christ. He saw only the crucified Jesus Christ. He saw only the resurrected Jesus Christ. But now in that great revelation, he is seeing the glorified Jesus Christ that was so unique. And the Lord came down and gave him unique revelations, which the world, till the end of the world, all the revelations needed for humanity was handed on him when he underwent such a great turmoil in his life. ഒത്തിരി കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് സ്വർഗം അവർക്ക് ഒത്തിരി അരികിലാണ്. ഒത്തിരി വെല്ലുവിളികൾ അനുഭവിക്കുന്നവർക്ക് യേശു അവർക്ക് വളരെ അടുത്താണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നവനാണ്. ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, വളരെ മുറിവുകൾ ഹൃദയത്തിനകത്ത് ഏറ്റ വ്യക്തിത്വങ്ങൾ എന്നെ കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, വഴിയരികിൽ മുറിഞ്ഞു കടന്ന ആ മനുഷ്യനെ കുറിച്ച്, ജെറുസലേമിൽ നിന്ന് കടന്നുപോയ, ജെരിഹോവിലേക്ക് കടന്നുപോയ മനുഷ്യനെ കുറിച്ച്. എന്നാൽ ആ നല്ല ശമരിയക്കാരൻ അവന്റെ മുറിവുകളിലേക്ക് എണ്ണയും വീഞ്ഞും പകർന്നു. ആ എണ്ണയും വീഞ്ഞും പരിശുദ്ധാത്മാവിന്റെ നിഴലാണ്. പ്രിയരെ, നിന്റെ മുറിവിന്റെ ആഴമനുസരിച്ച്, നീ അനുഭവിച്ച പ്രതിസന്ധികളുടെ ആഴമനുസരിച്ച്, നീ കടന്നുപോയ വെല്ലുവിളികളുടെ ആഴമനുസരിച്ച് നിനക്കൊരു ശുശ്രൂഷയുണ്ട്. ഇത് ആരോടോ ദൈവം ഒരു പ്രവചനമായി പറയുന്നു. നീ അനുഭവിച്ച വെല്ലുവിളികളുടെയും, നീ അനുഭവിച്ച കഷ്ടതകളുടെയും, നീ അനുഭവിച്ച ശാരീരിക ബുദ്ധിമുട്ടുകളുടെയും, നീ അനുഭവിച്ച നിന്ദകളുടെയും ആഴമനുസരിച്ച് ഒരു വലിയ മഹത്വം നിറഞ്ഞ, ആഴമേറിയ, അതിശക്തമേറിയ ഒരു ശുശ്രൂഷ നിനക്കുണ്ട്. ഒരു നന്മ നിനക്കുണ്ട്, ഒരു ഉയർച്ച നിനക്കുണ്ട്, ഒരു അനുഗ്രഹം നിനക്കുണ്ട്, നിന്റെ തലമുറയ്ക്കുണ്ട്, നിന്റെ കുടുംബത്തിനുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് ആലോചന അറിയിക്കുകയാണ്. സ്തെഫാനോസ് പ്രതിഷേധത്തെ അഭിഷേകമാക്കി മാറ്റി. ചുറ്റും ആൾക്കാർ പ്രതിഷേധിക്കുകയാണ്, എന്നാൽ താൻ ആത്മാവിൽ ശക്തനാകുകയാണ്. പ്രതിഷേധത്തെ അഭിഷേകമാക്കുക. തുറന്ന് പറഞ്ഞേ, എനിക്ക് ചുറ്റും നടക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലത്തിലെയും മാനുഷികമായ സകല പ്രതിഷേധങ്ങളെയും ഈ ദിവസങ്ങളിൽ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ അഭിഷേകമാക്കി മാറ്റും. 7-ാം അധ്യായം കഴിഞ്ഞിട്ട് 8-ാം അധ്യായത്തിലേക്ക് കയറുമ്പം ഉണർവ, റിവൈവല. ശമരിയയിൽ നടക്കുന്ന
ഉണർവ്. 8-ാം അധ്യായത്തിന്റെ 5, 6, 7, 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ റിവൈവൽ നിങ്ങൾക്ക് അവിടെ കാണാം. അതിന്റെ 9, 10, 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ ശിമോൻ എന്ന ആഭിചാരകൻ, മഹതി എന്ന ശക്തിയെ ഉപയോഗിച്ച് മന്ത്രവാദം ചെയ്തുകൊണ്ടിരുന്ന ആഭിചാരകൻ, അപ്പോസ്തലന്മാരെയും ശുശ്രൂഷകളെയും സഭകളെയും ആഭിചാരം ചെയ്ത് ഭ്രമിപ്പിച്ചവൻ, പേടിപ്പിച്ചവൻ, ശുശ്രൂഷ കണ്ട്, അഭിഷേകം കണ്ട്, ദൈവപ്രവൃത്തി കണ്ട്, ദൈവമഹത്വം കണ്ട് പേടിച്ചു പോയി. അവൻ ഭ്രമിച്ച് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ പോയി വീണിട്ട് കർത്താവിനെ സ്വീകരിച്ച് ദൈവകൽപ്പന അനുസരിച്ച് അവന്റെ മന്ത്രവാദ സാമഗ്രികൾ മുഴുവൻ കൊണ്ട് കൂട്ടിയിട്ട് കത്തിച്ച് അവൻ ദൈവസഭയുടെ ഭാഗമായി തീർന്നു. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലുസ്ത്രയിൽ പൗലോസിന്റെ നേതൃത്വത്തിൽ, പൗലോസും ബർണബാസിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന മിനിസ്ട്രിയെ കാണുന്നത്. 14-ാം അധ്യായം, പക്ഷേ അതൊന്നും നേരെയില്ല, സമയം തീരാറായി. അതിന്റെ 14-ാം അധ്യായത്തിന്റെ 8, 9, 10, 11 ആ വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചേ. 14, 15 ഇമ്പോർട്ടന്റാ. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട് അവനെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസം ഒന്നുകൊണ്ട് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവോന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. 14, 15 വായിച്ചേ. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു പറഞ്ഞത്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യർ അത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഇന്നത്തെ മെസ്സേജ് അതാണ്, ദൈവത്തിലേക്ക് തിരിയുക. സഹോദരന്മാരെ, പുരുഷന്മാരെ, നിങ്ങൾ മനുഷ്യരെ ദൈവങ്ങളാക്കരുത്, നിങ്ങൾ മനുഷ്യരെ ദേവന്മാരാക്കരുത്. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണം. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഇന്ന് ഈ സന്ദേശം ഈ ഞായറാഴ്ച പകലിൽ നിങ്ങളോട് അറിയിക്കുമ്പോൾ, കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നവനല്ല ദൈവം. സർവശക്തനാകുന്ന ദൈവം, ആകാശവും ഭൂമിയും സമുദ്രവും സകലതും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവം നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളുടെ ആത്മാവിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. ആ ദൈവം നിങ്ങളിലേക്ക് വരുവാൻ നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുക. അതാണ് സുവിശേഷം, അതാണ് സുവിശേഷം. ഇനി അതിന്റെ 22-ാമത്തെ വാക്യം സഭയോടുള്ള സന്ദേശമാണ്. വിശ്വാസം നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു. ഞാനും റിജോയ് സാറും ജിജി പാസ്റ്ററും ഇവിടുത്തെ ശുശ്രൂഷകരെല്ലാം ഇന്നിവിടെ നിൽക്കുന്നത് ഈ സത്യം വിളംബരം ചെയ്യാനാണ്. ഏതു സാഹചര്യം വന്നാലും, ഏത് വെല്ലുവിളി വന്നാലും, ഇനി ഇതിനേക്കാൾ മാരകമായ രോഗങ്ങൾ ലോകത്ത് വന്നാലും, എന്തെല്ലാം പ്രതിസന്ധി വന്നാലും, വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കണം. നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു. ഏതു സാഹചര്യത്തിന് നടുവിലും, ഏത് വെല്ലുവിളികളുടെ നടുവിലും വിശ്വാസത്തിൽ നിലകൊണ്ടുകൊണ്ട്, കർത്താവിന്റെ പൊന്മുഖം അന്വേഷിച്ചുകൊണ്ട്, അവന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട്, അവനായി ഒരുക്കപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറയായി ഈ തലമുറ മാറണം. After the stoning of the Stephen, the work of the Holy Spirit is moving so powerfully in the apostolic church. In chapter 8, a great revival began to break out in Samaria, and a whole lot of people turned to faith, and a great revival happened. 9 and tell Simon the sorcerer, he was frightened. He intimidated the people through his witchcraft and sorcery, but now he himself was intimidated and frightened under the spell
tell of the power of the Holy Spirit. In chapter 14, Paul's ministry at Lystra, lame man from the birth, he was healed completely and people began to come to faith. And in verse 15 of chapter 14 of Acts of the Apostles, that is the message for all of the people who are hearing this message. Friends, why are you doing this? We too are only human like you. We are bringing you good news, telling you to turn from these worthless things to the living God who made the heavens and the earth and the sea and everything in them. This is the message to everything. Turn to the Lord. Turn to Jesus Christ. The Lord does not dwell in temples with man-made idols. The Lord dwells in the hearts of people, and turn to the Lord. And in verse 22, we have the message for the church, encouraging the disciples to remain true in faith. We must go through many hardships to enter the kingdom of heaven. This is the message. This church exists to proclaim this message to all. We have to stand firm in faith. Greater problems, greater turmoils, greater ordeals or pandemics may come, but we need to stand firm in faith, and we need to be encouraged by the fact that we need to go through many hardships to enter the kingdom of God. ഇന്ന് ഈ സന്ദേശം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ഒന്ന്, ദൈവത്തിലേക്ക് മടങ്ങി വരിക. രണ്ട്, നമ്മുടെ തെറ്റുകളെ തിരുത്തി ദൈവം നമ്മളെ പണിതുയർത്തുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. മൂന്ന്, നമ്മുടെ മേലുള്ള അഭിഷേകവും നമ്മുടെ മേലുള്ള ദൈവകൃപകളും വർദ്ധിപ്പിക്കുവാൻ, നല്ലൊരു പൊന്നാക്കി നമ്മളെ തീർക്കുവാൻ ദൈവം അനുവദിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ പിറുപിറുക്കാതിരിക്കുക. അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാലാമത്തെ വിഷയം, അതിലേക്ക് കയറാൻ നേരെയില്ല. ഈ കഷ്ടതകളും പരിശോധനകളും നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തതയെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. ഞാൻ നിങ്ങളെ നോക്കി ഇങ്ങനെ പറയുന്നു, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന, ഈ ലൈവ് സർവീസിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും നോക്കി ഞാൻ പറയുന്നു, ഈ ദിവസങ്ങളിൽ നിങ്ങൾ പറയാൻ പോകുകയാണ്, നിങ്ങൾ വിശ്വസിച്ച, നിങ്ങൾ സേവിച്ച ദൈവം വിശ്വസ്തനെന്ന്. എത്ര പേര് അതിനൊരു ആമീൻ പറയാൻ കഴിയും? സിംഹത്തിന്റെ കുഴിയിലേക്ക് വീഴപ്പെടുന്ന ദാനിയേൽ പിന്നത്തേതിൽ വിളിച്ചു പറയുന്നു, ഈ ദൈവം വിശ്വസ്തൻ. എരിയുന്ന തീച്ചൂളയുടെ നടുവിൽ വീഴപ്പെട്ട ശത്രുക്, മേശക്, അബേദ്നെഗോവും പറയുന്നു, ഈ ദൈവം വിശ്വസ്തൻ. പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, കഷ്ടതകളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിലൂടെ കടന്നു പോകുന്നവരെ ഞാൻ ആത്മാവിൽ നിങ്ങളോട് യേശുവിന്റെ നാമത്തിൽ പ്രവചിച്ചു പറയുകയാണ്, ഈ പ്രതിസന്ധികളുടെ നടുവിൽ, ഈ പ്രശ്നങ്ങളുടെ നടുവിൽ, ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ നിങ്ങൾ കർത്താവിന്റെ സാക്ഷിയാകാൻ പോകുന്നു. പറഞ്ഞേ, ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവം എനിക്കൊരു സാക്ഷ്യം തരാൻ പോകുന്നു. വായ് തുറന്ന് പറഞ്ഞ്, എൻ്റെ വീട്ടിൽ എനിക്കൊരു സാക്ഷ്യം തരാൻ പോകുന്നു, എൻ്റെ ലൈഫിൽ എനിക്കൊരു സാക്ഷ്യം തരാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവമോ വിശ്വസ്തൻ. ആ കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകൻ മീതെ വഹിക്കുന്നത് പോലെ കർത്താവ് നിങ്ങളെ ആ ചിറകൻ മീതെ വഹിപ്പാൻ വിശ്വസ്തനാണ്. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, കണ്ണുകളെ അടച്ചേ, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നെ നോക്കിയിരിക്കാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ, ഇന്നത്തെ മെസ്സേജിലൂടെ കർത്താവ് നിങ്ങളോട് ഇടപെട്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചേ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചേ. ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളോട് സംസാരിക്കുകയാണ്. താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. ഓ ഹല്ലേലൂയ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ. പരിശുദ്ധാത്മാവ് ഈ ക്യാരി ചെയ്യുന്ന ഒരു സഹോദരിയെ ആത്മാവ് എന്നെ കാണിച്ചിട്ട് പറയുന്നു, നിന്റെ ഡെലിവറിക്കകത്തൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും.
വളരെ ഫിയർഫുള്ളി ഭയത്തോടെയാണ് സഹോദരി ദിവസങ്ങളായിരിക്കുന്നത്. കാരണം ഇപ്പോൾ നീ ഉദരത്തിൽ വഹിക്കുന്ന കുഞ്ഞുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമുണ്ട് എന്നൊരു റിപ്പോർട്ട് നീ കേട്ടിരിക്കുന്നു. എന്തോ ഒരു പ്രശ്നം അതിൽ ഉണ്ടാകുമെന്ന് നീ ചിന്തിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്നോട് വ്യക്തമായി അറിയിക്കുന്നു, സഹോദരി, നിനക്ക് ദൈവം തരാൻ പോകുന്ന ആ തലമുറ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടാൻ പോകുന്നു. ഒരു അഭിഷിക്ത തലമുറയായി ദൈവം നിർത്താൻ പോകുന്നു. ആ വ്യക്തി ഈ നമ്പറിൽ നിങ്ങളൊരു മെസ്സേജ് അയക്കണം. കാരണം കർത്താവ് വ്യക്തിപരമായിട്ട് അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബുദ്ധിക്ക് അതീതമായ ആ സമാധാനം കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കുക. ആ കൈകൾ ഉയർത്തി വീണ്ടും പാടിയേ, സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുക. ആ സാമ്പത്തിക വിഷയത്തിൽ, ആ ശുശ്രൂഷയോടുള്ള വിഷയത്തിൽ, മുൻപോട്ട് പോകാൻ കഴിയാത്ത ചില സിറ്റുവേഷൻ നിന്റെ ഭവനത്തിൽ നിൽക്കുമ്പോൾ, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയില്ല, എനിക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയുകയില്ല, ഞാനതിൽ നിസ്സഹായയാണ് എന്ന് താങ്കൾ പറയുന്ന വിഷയത്തിൽ നിന്റെ ബുദ്ധിക്ക് അതീതമായ ഒരു ദൈവപ്രവൃത്തി, നിന്റെ ബുദ്ധിക്ക് അതീതമായ ഒരു ദൈവശക്തി നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ ജീവിതത്തിൽ സ്വർഗം പകരുകയാണ്. ഓ റബനവ ശാന്തനവന റബലവനവ തുരിമികടയസ്യ. താങ്ക് യു ലോർഡ് ജീസസ്. അത്ഭുതകരമായ ചില ഹീലിംഗുകൾ, ചില സൗഖ്യങ്ങൾ സംഭവിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് വീണ്ടും പറയുന്നു, ഈ പ്രതിസന്ധി നിന്റെ പരാജയത്തിനല്ല, ഈ പ്രതികൂലം നിന്റെ ജീവിതത്തിന്റെ തകർച്ചയ്ക്കല്ല. എന്തോ ഒരു വലിയ ടെസ്റ്റ് മണി, എന്തോ ഒരു വലിയ സാക്ഷ്യം നിന്റെ ഭവനത്തിൽ നിന്ന് വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിടുതൽ വൈകുമ്പോൾ അതിന്റെ വലിപ്പം വലുതാണെന്ന് പറയുന്നത് പോലെ ഈ എരിയുന്ന തീച്ചൂള രാജ്യത്തിന്റെ മധ്യയിൽ നിന്റെ ദൈവം വലിയവരെന്ന് തെളിയിക്കുവാൻ, ഈ സിംഹക്കുഴി, സിംഹത്തിന്റെ വായടയ്ക്കാൻ നിന്റെ ദൈവത്തിന് കഴിയുമെന്ന് വെളിപ്പെടുത്തുവാൻ, ഈ ചെങ്കടൽ നിന്റെ മുമ്പിൽ നിന്ന് ദൈവത്തിന് മാറ്റി അതിന്റെ നടുവിലൂടെ ഒരു വഴി തുറക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിന് തെളിയിക്കുവാൻ, ഈ വെല്ലുവിളിക്കുന്ന ഗോലിയാത്ത്, ആമേൻ, സ്തോത്രം, നിന്റെ മേലൊരു അഭിഷേകം ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുവാൻ ദൈവം വെളിപ്പെടുത്തുന്നു എന്ന് കർത്താവ് അറിയിക്കുന്നു. ആമേൻ. ഈ ഒരു പദം കർത്താവ് എന്റെ മനസ്സിൽ നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം സർവശക്തനെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നു. ദൈവം ചിലത് തെളിയിക്കാൻ പോകുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചിലത് തെളിയിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ എതിർ പറവാൻ കഴിയാത്ത ചില സാക്ഷ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടാൻ പോകുന്നു. എതിർ പറവാൻ കഴിയാത്ത ചില അത്ഭുതങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. നിങ്ങളും പൗലോസിനെ പോലെ പറയാൻ പോകുന്നു, God is faithful. God is faithful to me. God is faithful to my ministry. God is faithful to my wife. God is faithful to my husband. God is faithful to my children. God is faithful to my city. Hallelujah. എന്റെ പട്ടണത്തിന്, എന്റെ സഭയ്ക്ക്, എന്റെ ഭാര്യയ്ക്ക്, എന്റെ ഭർത്താവിന്, എന്റെ തലമുറയ്ക്ക്, എന്റെ സഭയ്ക്ക് ചിലർ പറയാൻ പോകുന്നു, God is too much faithful to my pastor. Too much faithful to my pastor. എന്റെ പാസ്റ്ററിന് എന്റെ ദൈവം വിശ്വസ്തനെന്ന് ഹല്ലേലൂയ പറയുന്ന ചില സാഹചര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുന്നു. കൈകൾ അടിച്ച് അധരങ്ങൾ തുറന്ന് ചേർന്ന് പാടാം. അവൻ സാധ്യമേ, എല്ലാം സാധ്യമേ, യേശു എന്റെ കൂടെ ഉള്ളതിനാൽ അസാധ്യമായി എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങളാൽ എന്റെ ദൈവം